നമസ്കാരം, സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ജോഗ്രഫിയുടെ RRB ഗ്രൂപ്പ് ഡിയിൽ കഴിഞ്ഞ കൊല്ലങ്ങളിൽ ചോദിച്ചിട്ടുള്ള മിക്കവാറും എല്ലാ ജോഗ്രഫി ചോദ്യങ്ങളും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ജോഗ്രഫി ചോദ്യങ്ങളും കവർ ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ഈ തവണ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന കുട്ടികൾ, അവർക്ക് എന്ത് ചെയ്യാം? ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്യാനുള്ള ഒരു സമയമാണ് ഇനി, അല്ലെ? കാര്യം അവർ കുറെ കാര്യങ്ങൾ പഠിച്ചു, കുറെ ടെസ്റ്റുകൾ ചെയ്തു, മോക്ക് ടെസ്റ്റുകൾ ചെയ്തു, അങ്ങനെ ഒരു നിലവാരത്തിൽ എത്തിയിട്ടുണ്ട് അവരുടെ പ്രിപ്പറേഷൻ. അവർക്ക് എന്ത് ചെയ്യാം? PYQ വെച്ചിട്ട് എന്ത് ചെയ്യാം? PYQ അനുബന്ധമായിട്ട് ചോദിക്കുന്ന കുറെ കാര്യങ്ങൾ. സോ നമ്മൾ എന്ത് ചെയ്യും? PYQ കവർ ചെയ്യും. അതിന്റെ കൂടെ തന്നെ ബേസിക് ഫാക്ട്സും കൂടെ ഉണ്ടാവും. ആ PYQന്റെ ചുറ്റും കിടക്കുന്ന ഫാക്ട്സ്, അനുബന്ധ വസ്തുതകൾ നമുക്ക് പറയാം. അതിനനുബന്ധമായിട്ടുള്ള വസ്തുതകളെല്ലാം കവർ ചെയ്യും. സോ PYQs കവർ ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ഫാക്ടുകൾ കവർ ചെയ്യുക. ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതിനെ ചുറ്റിപ്പറ്റിക്കുന്ന കുറെ കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. സോ പ്രിപ്പറേഷൻ ഏകദേശം NCERT, അതുപോലെ തന്നെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ടെസ്റ്റുകളെല്ലാം എടുത്തു കഴിഞ്ഞവര് ഇനി ഒരു RRB മൂഡിലേക്ക് എത്തണ്ടേ? അതായത് RRBയുടെ ഒരു മോഡിലേക്ക് എത്തണമെങ്കിൽ എന്താ? RRBയുടെ മാത്രം ചോദ്യങ്ങൾ ചെയ്യണം. പരീക്ഷയ്ക്ക് എത്തുന്ന തൊട്ട് മുന്നേ RRBയുടെ മാത്രം ചോദ്യങ്ങൾ ചെയ്ത് അവരുടെ ഹൈ വെയിറ്റേജ് ഏരിയകളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒരു ഫുൾ ടെസ്റ്റ് ഒക്കെ, RRBയുടെ ഒക്കെ ഒരു ഫുൾ ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ വട്ടത്തെ ഏതെങ്കിലും ഗ്രൂപ്പ് ഡിയുടെ തന്നെ എന്ത് കിട്ടും? ഗ്രൂപ്പ് ഡി തന്നെ റെസ്പോൺസ് ഷീറ്റ് കിട്ടും. ആ ഗ്രൂപ്പിന്റെ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ 2018 2021 റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഒന്ന് നോക്കുക എങ്ങനെയാ ചോദ്യങ്ങൾ വരുന്നത്, എങ്ങനെയാണ് അതിന്റെ ഡിവിഷൻ, ഇതെല്ലാം മനസ്സിലാക്കുക. അതിൽ ജോഗ്രഫി ചോദ്യങ്ങൾ എത്ര ഉണ്ടെന്ന് മനസ്സിലാവും, അതിൽ എക്കണോമി ചോദ്യങ്ങൾ, അതിൽ പൊളിറ്റി ചോദ്യങ്ങൾ, ഹിസ്റ്ററി ചോദ്യങ്ങൾ, ഇതൊക്കെ എത്ര ഉണ്ട് നമുക്കൊരു ധാരണ കിട്ടും. അപ്പോ സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ PYQ മനസ്സിലാക്കുന്നുണ്ടാവും, ബേസിക് ഫാക്ടറുകൾ ചുറ്റും പറയുന്നുണ്ടാവും. സോ നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ച കുറച്ച് ഹൈ വെയിറ്റേജ് ഏരിയാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹൈ വെയിറ്റേജ് ഏരിയാസ് ജോഗ്രഫിയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെങ്കിലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയ അല്ലെങ്കിൽ PYQ പൊതുവേ വന്നിട്ടുള്ള ഏരിയാസ് ആണിത് എന്ന് വച്ച് ഞാൻ പഠിച്ചതൊക്കെ വെറുതെ ആയോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാര്യം എന്താ? ഇത് കഴിഞ്ഞ വട്ടം ചോദിച്ച ചോദ്യങ്ങളാണ്. സോ ഈ വട്ടം ഇത് തന്നെ ചോദിക്കുന്നല്ല, ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്ലസ് പുതിയ ചോദ്യങ്ങളും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അത് SSCയുടെ ചോദ്യങ്ങളാവാം, പഴയ RRB ചോദ്യങ്ങളാവാം, പുതിയതായിട്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാവാം, എന്തും ആവാം. സോ നിങ്ങൾ പഠിച്ചതൊന്നും വെറുതെ ആവുന്നില്ല എന്നുള്ളൊരു ഉറപ്പ് ഇതിനകത്ത് നിന്ന് കിട്ടും. സ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പഴയ ചോദ്യങ്ങളൊന്ന് മനസ്സിലാക്കണം. കാര്യം പഴയ ചോദ്യങ്ങളെല്ലാം കിട്ടണം. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവിടം വരെയുള്ള ഡീറ്റെയിൽസ് ആണ്. അതായത് സോളാർ സിസ്റ്റത്തിന്റെ ബേസിക്സ് പറയുന്നുണ്ടാവും, എർത്തിന്റെ ബേസിക്സ് പറയുന്നുണ്ടാവും, ഡ്രെയിനേജ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, ഡാം ഇറിഗേഷൻ, അതുപോലെ തന്നെ സോയിൽ ക്ലൈമറ്റ്, ഇന്ത്യൻ ക്ലൈമറ്റ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കാണാം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. അതിനുശേഷം ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത്രയേ ഉള്ളൂ സാറേ ജോഗ്രഫി എന്നുള്ള ചോദ്യങ്ങളുടെ ഹെഡ് ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കും. മേജർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗ്രൂപ്പ് ഡിക്ക് പൊതുവെ വേൾഡ് ജോഗ്രഫിന്ന് ചോദ്യങ്ങൾ കുറവാണ്. ഏതാണ്? വേൾഡ് ജോഗ്രഫിന്ന്, അല്ലെങ്കിൽ ജോഗ്രഫിയുടെ ബേസിക്സ്. ഇപ്പൊ ക്ലൈമറ്റോളജി ആയാലും ജിയോമോർഫോളജി ആയാലും നമ്മൾ ലാൻഡ് ഫോമിന്റെ ഫീച്ചേഴ്സ് പഠിച്ചു, അതുപോലെ മൗണ്ടൻ ബിൽഡിംഗ് പഠിച്ചു, അല്ലെങ്കിൽ എന്താ പറയാ, 2 തരം ബൗണ്ടറീസ് ഉണ്ട്, കൺവർജന്റ് ബൗണ്ടറി, ഡൈവർജന്റ് ബൗണ്ടറി, പ്ലേറ്റ് ടെക്ടോണിക്സ്, ഇതെല്ലാം പഠിച്ചു. സോ അത്രയും ഡെപ്തിലേക്ക് പോവാറില്ല. കഴിഞ്ഞ വട്ടം അത് കാണുന്നില്ല. പക്ഷെ ഈ തവണത്തെ NTPC എല്ലാം ചോദിച്ചിട്ടുണ്ട്, NTPC അണ്ടർ ഗ്രാജുവേറ്റ് എല്ലാം ചോദിച്ചിട്ടുണ്ട്. സോ ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കഴിഞ്ഞ വട്ടത്തെ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് ചോദ്യങ്ങൾ കുറവും ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് ചോദ്യങ്ങൾ കൂടുതലുമാണെന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇവർ രണ്ടുപേരിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് മാപ്പിംഗിൽ നിന്നാണ്. അതിൽ തന്നെ ഇന്ത്യൻ മാപ്പിംഗ് ആണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇന്ത്യൻ മാപ്പിംഗ്, അതായത് ഇന്ത്യയിലെ കുറെ സ്ഥലങ്ങള്, ഇന്ത്യയിലെ മൗണ്ടെയിൻസ്, ഇന്ത്യയിലെ റിവേഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട്. സോ അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സെഷൻ വരുന്നുണ്ടാവും. 3rd സെഷൻ അതായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ആദ്യം ഇന്ന് നമുക്ക് ഇത്രയും കാര്യം ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. ലേറ്റർ ആയിട്ട് നമുക്കൊരു ഇന്ത്യൻ മാപ്പിംഗ് കൂടെ കാണാം. അത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ജോഗ്രഫിയുടെ മിക്കവാറും എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഈ 3 സെഷനിൽ കവർ ചെയ്യുന്നുണ്ടോ? ഓക്കെ, നമുക്ക് നേരെ പോവാം. സോളാർ സിസ്റ്റം. ജോഗ്രഫിയിൽ പൊതുവെ സോളാർ സിസ്റ്റത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അത് SSC പരീക്ഷകളായാലും RRB പരീക്ഷകളായാലും പൊതുവെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ഗ്രൂപ്പ് ഡിക്ക് ചോദ്യങ്ങൾ കുറച്ചാണ് കാണുന്നത്. ഈ തവണത്തെ NTPCക്ക് ഇപ്പൊ 2025 2024 NTPCക്ക് ചോദ്യങ്ങൾ പൊതുവേ കുറവാണ്. UG ആയാലും അണ്ടർ ഗ്രാജുവേറ്റ് ആയാലും ഗ്രാജുവേറ്റ് ആയാലും, അതായത് RRBയുടെ ഈ കൊല്ലം നടന്ന പരീക്ഷകളായിട്ടുള്ള
RRB NTPC ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ്, അതിന് മുന്നേ നടന്ന RRB JEE. അതായത് ഈ തവണത്തെ ഒരു ഇയർലി പ്രോസസ്സിൽ നടന്നിട്ടുള്ള RRB പരീക്ഷകളിൽ സോളാർ സിസ്റ്റത്തിനുള്ള ചോദ്യങ്ങൾ വളരെ കുറവാണ്. ഓക്കെ, സോ ഈ തവണത്തെ പ്രാവശ്യം ചോദ്യങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ഡിക്ക് ചോദ്യങ്ങൾ കുറവാവാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഏതിൽ നിന്നാ? സോളാർ സിസ്റ്റത്തിൽ നിന്ന്. പൊതുവെ ചോദ്യങ്ങൾ ചോദിക്കാറില്ല ഇപ്പോൾ. കറണ്ട് അഫെയറിലായിരിക്കും അതിന് പകരം ചോദ്യങ്ങൾ വരിക. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പോവാം. RRB ഗ്രൂപ്പ് ഡിയിൽ കഴിഞ്ഞ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പോവാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഒന്നാമത്തെ ചോദ്യം, ദ മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഫൗണ്ട് ഇൻ സൺസ് അറ്റ്മോസ്ഫിയർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. എന്തുകൊണ്ടാ? നമ്മൾ എല്ലാവരും സണ്ണിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. എർത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളെ സോളാർ സിസ്റ്റത്തിൽ സ്വന്തമായിട്ട് ഊർജ്ജം ഉണ്ടാക്കുന്ന, സ്വന്തമായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരേ ഒരാളാണ് സൂര്യൻ. സൂര്യന്റെ ഉള്ളിൽ സൂര്യൻ സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അവിടെ നടക്കുന്ന റിയാക്ഷന്റെ പേര് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. എന്താണ് ഫ്യൂഷൻ? രണ്ട് തരം ന്യൂക്ലിയർ റിയാക്ഷൻസ് ഉണ്ട്. ന്യൂക്ലിയർ എനർജി രണ്ട് തരം ഉണ്ടാവാം. ഒന്ന് ന്യൂക്ലിയർ ഫിഷൻ, അടുത്ത ന്യൂക്ലിയർ ഫ്യൂഷൻ. സണ്ണിൽ ഉണ്ടാവുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് SUN, സൺ ഫ്യൂഷൻ FU. അത് വെച്ച് നമ്മൾ പഠിച്ചു വെക്കണതെല്ലാം ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ ഈ ഫ്യൂഷനിൽ എന്താ സംഭവിക്കുക? രണ്ട് ആറ്റം, ഓക്കെ, രണ്ട് ആറ്റം ഫ്യൂസ് ചെയ്ത് ഒരു ആറ്റമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ രണ്ട് ആറ്റം ഫ്യൂസ് ചെയ്ത്, രണ്ട് ആറ്റം ഉള്ള ഒരു എലമെന്റ് ഫ്യൂസ് ചെയ്ത് ഒരു ആറ്റമായി മാറുന്നു. അതാണ് ഫ്യൂഷൻ. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഹൈഡ്രജൻ, രണ്ട് ഹൈഡ്രജൻ കൂടിച്ചേർന്ന് ഒരു ഹൈഡ്രജനായി മാറും. അതായത് രണ്ട് ഹൈഡ്രജൻ ആറ്റം കൂടിച്ചേർന്ന് ഒരു ഹീലിയം ആറ്റമായി മാറുന്നു. ഒരു ഹീലിയമായി മാറുന്നു. സോ ഈ ഒരു റിയാക്ഷൻ ആണ് സണ്ണിൽ എന്തുണ്ടാക്കുന്നത്? എനർജി ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു. ഇനി പറ, സണ്ണിൽ ഹൈഡ്രജൻ ഉണ്ട്, ഹീലിയം ഉണ്ട്. സണ്ണിൽ ആരൊക്കെ ഉണ്ട്? ഹൈഡ്രജൻ ഉണ്ട്, ഹീലിയം ഉണ്ട്. ഇവിടെ ചോദ്യം എന്താ? ദ മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ സൺസ് അറ്റ്മോസ്ഫിയർ. സോ നമുക്ക് മനസ്സിലായി ഓക്സിജനും നിയോണും അല്ല, അത് രണ്ടും അല്ല എന്ന് മനസ്സിലായി. അത് രണ്ടും നമുക്ക് കളയാം. ഇനി ഹൈഡ്രജൻ ആണോ ഹീലിയം ആണോ? അതാണ് ചോദ്യം. അവിടെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ട്വിസ്റ്റ് വരുന്നത്. ഹൈഡ്രജൻ ഹീലിയത്തിനേക്കാൾ ഹൈഡ്രജൻ കൂടുതലാണെങ്കിൽ മാത്രമല്ലേ സണ്ണ് സർവൈവ് ചെയ്യുള്ളൂ. കാര്യം ഹൈഡ്രജൻ കൂടിച്ചേർന്ന് ഹീലിയം ഉണ്ടായിക്കൊണ്ടേയിരിക്കുക, തിരിച്ച് ഹീലിയം ഹൈഡ്രജൻ ആവുന്ന അവസ്ഥയില്ല. സോ അങ്ങനെ പറ്റും. എന്ത് പറ്റും? ഈ ഹൈഡ്രജൻ അധികം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? സണ്ണിങ്ങനെ കുറെ നാളത്തേക്ക് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ അവിടുത്തെ ഫ്യൂവൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഫ്യൂവൽ, ആ ഇന്ധനത്തിലാണ് സൂര്യൻ ഓടുന്നത്. സൂര്യന്റെ ഊർജ്ജം, സൗരോർജ്ജം ഓടുന്ന എന്ത് വെച്ചിട്ടാ? ഏത് ഫ്യൂൽ വെച്ചിട്ടാ? ഹൈഡ്രജൻ ഫ്യൂൽ വെച്ചിട്ടാ. സോ ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത് ഏതാ? ഹൈഡ്രജൻ ആണ്. നിങ്ങൾ ഒറ്റ വാക്കിൽ ഓർത്തു വയ്ക്കുക, ഹൈഡ്രജനും ഹീലിയവുമാണ് സണ്ണിലുള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ ആണ്, അതിനുശേഷമാണ് ഹീലിയം. ഓക്കെ, സോ ഇതിന്റെ ആൻസർ ഹൈഡ്രജൻ ആണ്. The sun is the largest object in solar system. 98.8%, 99.8% നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ സണ്ണാണ്. സണ്ണാണ് ഏറ്റവും വലിയ മാസ്. അപ്രോക്സിമേറ്റ്ലി 4.5 ബില്യൺ ഇയേഴ്സ്. നമ്മൾ പലപ്പോഴും പല ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല പോഡ്കാസ്റ്റിലും പറയാറുണ്ട്, 4.5 ബില്യൺ ഇയേഴ്സ് മുന്നെയാണ് നമ്മുടെ സോളാർ സിസ്റ്റം ഉണ്ടായത്, 4.5 ബില്യൺ ഇയേഴ്സ് മുന്നെയാണ് സൂര്യൻ ഉണ്ടായത്, അല്ലെങ്കിൽ 4.5 ബില്യൺ ഇയേഴ്സ് മുന്നെയാണ് നമ്മുടെ എർത്ത് ഉണ്ടായത്. സോ നമ്മുടെ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പാസ്റ്റ് തുടങ്ങുന്നത് 4.5 ബില്യൺ ഇയേഴ്സ് മുന്നെയാണ്. നമ്മൾ പറഞ്ഞു എനർജി സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമൽ ന്യൂക്ലിയർ റിയാക്ഷൻ ആയിട്ടുള്ള ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഡ്യൂട്ടീരിയവും ട്രിറ്റിയവും എന്ന് പറയുന്ന രണ്ട് ഹൈഡ്രജൻ കൂടി ചേർന്ന് ഹീലിയവും ബാക്കി എനർജിയും ഉണ്ടാക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ സണ്ണില് ഏകദേശം 75%ഓളം ഹൈഡ്രജനും ഏകദേശം 25%ഓളം ഹീലിയവുമാണുള്ളത്. ഓക്കെ, സണ്ണിന്റെ കാര്യം ക്ലിയർ ആണല്ലോ. ഇത്രയും കാര്യങ്ങളെങ്കിലും സണ്ണിൽ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഫൗണ്ട് ഇൻ സൺസ് അറ്റ്മോസ്ഫിയർ. ഏതാണ്? ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പാർട്ട് ഫ്രം നെപ്റ്റ്യൂൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാനറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ബ്ലൂ പ്ലാനറ്റ്. നെപ്റ്റ്യൂൺ അല്ലാതെ, നെപ്റ്റ്യൂണെ ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നു ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചോദ്യകർത്താവ് തന്നെ പറയുന്നുണ്ട് നെപ്റ്റ്യൂൺ നമ്മൾ ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ സംശയം ഒഴിവായി. അതല്ലാതെ മറ്റൊരു പ്ലാനറ്റിനെ കൂടെ നമ്മൾ ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കാറുണ്ട്. വളരെ സിമ്പിൾ ആണ്. ബ്ലൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? വാട്ടർ ആണ്. ഓക്കെ, വാട്ടർ ഉള്ളതുകൊണ്ടാണ് ബ്ലൂ എന്ന് അറിയപ്പെട്ടത്. ഈ പറയുന്നതിൽ വാട്ടർ ഉള്ളത് എവിടെ മാത്ര? എർത്തിൽ മാത്രം.
സോ എർത്ത് ആണ് ബ്ലൂ പ്ലാനറ്റ്. ഇതുപോലെയുള്ള കുറച്ച് ഫാക്ടുകൾ നോക്കുക. ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ്, ഏറ്റവും വലിയ പ്ലാനറ്റ് ജൂപ്പിറ്റർ ആണ്. ഏറ്റവും ചെറിയ പ്ലാനറ്റ് മെർക്കുറി ആണ്. ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ എന്ന് പണ്ട് അറിയപ്പെട്ടത്, ഏറ്റവും ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ്, നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മുടെ പൂർവികന്മാർ താഴെ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് ആയിരിക്കും അവർ മുകളിൽ കാണുന്നത്. അവർക്ക് അന്നത് സ്റ്റാർ ആണോ ഗ്രഹമാണോ എന്നൊന്നും അറിയണ്ടായില്ല. അവരതിനെ മോർണിംഗ് സ്റ്റാർ എന്നും ഈവനിങ് സ്റ്റാർ എന്നും വിളിച്ചു. അതിന് കാരണം എന്താ? വളരെ ബ്രൈറ്റ് ആണ്. സോ ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റിനെയാണ് ഇവർ സ്റ്റാർ എന്ന് വിളിച്ചത്. കാര്യമാക്കണ്ട, അന്ന് അത്രേ അറിവേ ഉള്ളൂ. ഓക്കെ, ബ്രൈറ്റസ്റ്റ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ, ഇനി ബ്രൈറ്റസ്റ്റ് സ്റ്റാർ നോക്കുകയാണെങ്കിൽ അത് ഡോഗ് സ്റ്റാർ എന്ന് പറയുന്ന സ്റ്റാർ ആണ്. പ്ലാനറ്റ് ഹാവിംഗ് മാക്സിമം നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ് സാറ്റേൺ ആണ്. ഈ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ലേറ്റസ്റ്റ് വാല്യൂ ആണ് 274 സാറ്റലൈറ്റ്സ് എന്നുള്ളത്. അത് ഓരോ വട്ടം നമ്മൾ പുതിയ സാറ്റലൈറ്റ് ഡിസ്കവർ ചെയ്യുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ വാല്യൂ ആണ് അത്. കോൾഡസ്റ്റ് പ്ലാനറ്റ് നെപ്റ്റ്യൂൺ ആണ്. കാര്യം എന്താ? നെപ്റ്റ്യൂൺ ആണ് സണ്ണിൽ നിന്ന് ഏറ്റവും ദൂരമുള്ളത്, ഏറ്റവും ഡിസ്റ്റൻസിലുള്ളത് നെപ്റ്റ്യൂൺ ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കോൾഡസ്റ്റ് പ്ലാനറ്റ് നെപ്റ്റ്യൂൺ ആണ്. പ്ലൂട്ടോനെ 2006 എടുത്ത് കളഞ്ഞു നമ്മള്. പ്ലൂട്ടോനെ പ്ലാനറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഡ്വാർഫ് പ്ലാനറ്റിലേക്ക് എടുത്ത് കളഞ്ഞു. സോ അങ്ങനെ ഒരു ചോദ്യം വരുന്നില്ല അവിടെ. സോ നെപ്റ്റ്യൂൺ ആണ്. റെഡ് പ്ലാനറ്റ്, നമ്മൾ ബ്ലൂ പ്ലാനറ്റ് എന്ന് പറഞ്ഞെങ്കിലും റെഡ് പ്ലാനറ്റ് എന്ന് അറിയപ്പെടുന്നത് മാഴ്സ് ആണ്. ഏറ്റവും ബിഗ്ഗസ്റ്റ് സാറ്റലൈറ്റ് ഇൻ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം സാറ്റലൈറ്റ് എന്ന് വിളിക്കുന്നത് ഏതാണ്? ഉപഗ്രഹം എന്ന് പറയുന്നത് ഗാനിമീഡ് ആണ്. ജൂപ്പിറ്ററിന്റെ ഗാനിമീഡ് ആണ്. സ്മോളസ്റ്റ് സാറ്റലൈറ്റ്, ഏറ്റവും ചെറിയ സാറ്റലൈറ്റ് മാർസിന്റെ ഡീമോസ് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് മാറിക്കൊണ്ടേയിരിക്കും. പുതിയത് കണ്ടുപിടിക്കുന്നതോറും ഇത് മാറിക്കൊണ്ടേയിരിക്കും. സോ ഈ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മസിൽ പിടിക്കണ്ട, മാറിക്കൊണ്ടേയിരിക്കും. പുതിയത് നമ്മൾ ചെറുത് കണ്ടുപിടിക്കുകയാണെങ്കിൽ മാറാം. ചോദ്യം ചോദിക്കുന്നത് ഏറ്റവും വലുത് ഏതാണെന്നായിരിക്കും ചോദിക്കുന്നത്. അത് ഗാനിമീഡ് ആണ്, ജൂപ്പിറ്ററിന്റെ ആണ്. ഓക്കെ, ബ്ലൂ പ്ലാനറ്റ് എന്ന് അറിയപ്പെടുന്നത് എർത്ത്, റെഡ് പ്ലാനറ്റ് മാഴ്സ്, സിസ്റ്റർ ഓഫ് എർത്ത്, എർത്തിന്റെ ട്വിൻ എന്ന് അറിയപ്പെടുന്ന വീനസ് ആണ്. ചൊവ്വയാണ്, മാഴ്സ് ആണെന്ന് വിചാരിക്കരുത്. എർത്തിന്റെ ട്വിൻ എന്നറിയപ്പെടുന്ന, എർത്തിന്റെ സിസ്റ്റർ എന്നറിയപ്പെടുന്നത് വീനസ് ആണ്. ഏറ്റവും ഡെൻസിറ്റി കൂടുതൽ, ആവറേജ് ഡെൻസിറ്റി കൂടുതൽ എർത്തിലാണ്. ലോവസ്റ്റ് ആവറേജ് ഡെൻസിറ്റി എവിടെയാ? സാറ്റേണിലാണ്. ഹോട്ടസ്റ്റ് പ്ലാനറ്റ് വീനസ് ആണ്. സണ്ണിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് മെർക്കുറി, പിന്നെ വീനസ്, അത് കഴിഞ്ഞിട്ട് എർത്ത്, അത് കഴിഞ്ഞിട്ട് മാഴ്സ് ആണെങ്കിലും, ഓക്കെ, അങ്ങനെ ആണെങ്കിലും മെർക്കുറിനേക്കാൾ ചൂട് കൂടുതൽ വീനസിനാണ്. കാര്യം വീനസിന് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ആ അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യും? ചൂടിനെ ട്രാപ്പ് ചെയ്യും. ഓക്കെ, സോ അതിനുശേഷം മാഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏതാ? പിന്നെ ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഏറ്റവും ഡീപ്പസ്റ്റ് ഓഷൻസ് ഉള്ളത് എവിടെയാണ്? ജൂപ്പിറ്ററിലാണ്. സ്ട്രോങ്സ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് ജൂപ്പിറ്ററിനാണ്. ബാക്കി എല്ലാ പ്ലാനറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട്? വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത്. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ്. ബാക്കി എല്ലാ പ്ലാനറ്റുകളും വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്? റിവോൾവ് ചെയ്യുന്നത്. നമ്മുടെ സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ്. പക്ഷേ ഇവ രണ്ടുപേരും, വീനസും യുറാനസും മാത്രം ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് തിരിച്ചാണ്. ആരൊക്കെയാ? വീനസും അതുപോലെ തന്നെ യുറാനസും. അതെങ്ങനെ ഓർത്തിരിക്കാം? നമ്മൾ എർത്താണല്ലോ. അപ്പൊ എർത്ത് ഉൾപ്പെടുന്ന, നമ്മളെപ്പോലെയുള്ള എർത്ത് ഉൾപ്പെടുന്ന ഗ്രഹങ്ങൾ നമ്മൾ വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. ഇതിൽ പെടാത്ത രണ്ട് ആൾക്കാരാണ് വീനസും യുറാനസും. അവര് ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് റിവോൾവ് ചെയ്യുന്നത്. ഒരു ചോദ്യം വന്നാൽ ആൻസർ ചെയ്യാം. Okay, so apart from Neptune, which of the following planets is known as blue planet? ഏതാണ് ബ്ലൂ പ്ലാനറ്റ് എന്ന് അറിയപ്പെടുന്നത്? ഏതാണ്? എർത്ത് ആണ്. മാഴ്സ് ഏതാണ്? റെഡ് പ്ലാനറ്റ് ആണ്. സാറ്റേണിന്റെ പ്രത്യേകതയാണ് ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന റിംഗ് ഉള്ള പ്ലാനറ്റ് ആണ് സാറ്റേൺ. പിന്നെ ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റ്സ് ഉള്ളതും സാറ്റേൺ ആണ്. പ്ലൂട്ടോ 2006 എടുത്തു കളഞ്ഞു. 2006 അതിനെ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നതിന് പകരം നമ്മൾ എന്ത് വിളിച്ചു? ഡ്വാർഫ് പ്ലാനറ്റ് എന്ന് വിളിക്കാൻ തുടങ്ങി. കുള്ളൻ ഗ്രഹം, ഗ്രഹത്തിൽ നിന്ന് അതിനെ കുള്ളൻ ഗ്രഹമാക്കി തരം താഴ്ത്തി കഴിഞ്ഞാൽ പ്ലൂട്ടോനെ അതൊന്നും പ്രശ്നമല്ല. സ്റ്റിൽ നമ്മൾ അതിനെ കാറ്റഗറൈസേഷൻ മാറ്റി തരം താഴ്ത്തി എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. 2006 നമ്മൾ മാറ്റിയെന്ന് ഓർക്കാം. ഓക്കെ, അടുത്തത് മാസ് ഓഫ് എർത്ത് ഇസ് അപ്രോക്സിമേറ്റ്ലി. കണ്ടോ, ഗ്രൂപ്പ് ഡിയുടെ ചോദ്യങ്ങൾ ഒരു പ്രത്യേകതയാണ്. ഭയങ്കര ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരും. പക്ഷെ ഇത് ക്രാക്ക് ചെയ്യുന്നത് എങ്ങനെയാ? നിങ്ങൾക്ക് അറിയാം, ഇവിടെ ആകെയുള്ള സംഭവം, ഇവരുടെ ഉദ്ദേശം, ചോദ്യകർത്താവിന്റെ ഉദ്ദേശം റേസ് ടു 22 ആണോ, റേസ് ടു 23 ആണോ, റേസ് ടു 24 ആണോ, റേസ് ടു 25 ആണോ? സോ നിങ്ങൾ ഒരു വട്ടെങ്കിലും അതൊന്ന് കണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ റേസ് ടു പവർ എത്രയാണ്, 6 into 10 റേസ് ടു എത്രയാണെന്നൊരു ധാരണയാണ് അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് നോക്കാം.
എർത്ത് എന്ന് പറഞ്ഞാൽ എർത്തിന്റെ ഫാക്ടുകൾ നോക്കുക. എർത്തിന്റെയും മൂണിന്റെയും കമ്പാരിസൺ പഠിക്കാൻ എളുപ്പമുണ്ടാവും. എർത്ത് എന്ന് പറയുന്നത് 5.97, അതായത് ഏകദേശം 6 × 10⁻²4 ആണ്. ആ സമയത്ത് മൂൺ എന്ന് പറയുന്നത് 10⁻²2 ആണ്. സോ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് മാറിപ്പോകാനുള്ള സാധ്യതയുള്ളതാണ് ആ ചോദ്യകർത്താവ് ആ ചോദ്യത്തിനുള്ള കാരണം. സോ 10⁻24 ആണ് ആരുടെ എർത്തിന്റെ. ഇനി ഏകദേശം 12,000 കിലോമീറ്ററോളാണ് ഡയമീറ്റർ. മൂണിന്റെ ഡയമീറ്റർ ഏകദേശം 3000 കിലോമീറ്റർ ആണ്. അതായത് ഈ 3000 × 4 4:1 ആണ് എർത്ത് മൂണിന്റെ റേഷ്യോ, ഡയമീറ്റർ റേഷ്യോ. എർത്തും മൂണും തമ്മിലുള്ള ഡയമീറ്ററിന്റെ റേഷ്യോ 4 ആണെങ്കിൽ ഇത് 4 3 ചേരുമ്പോഴേ ഒരു എർത്ത് ഉണ്ടാവുള്ളൂ. ഇനി സൈസിന്റെ കാര്യത്തിൽ 80 3 ചേർന്നാൽ മാത്രമേ ഒരു എർത്തിന്റെ മാസ് ആവുള്ളൂ. സോ എർത്തിന്റെ മാസ് 10⁻24 ആണ്, ഇത് 10⁻22 ആണ്. ഓക്കെ, ഇനി ജസ്റ്റ് ഫാക്ട് നോക്കിക്കോളൂ. എർത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒബ്ലേറ്റ് സ്ഫിറോയിഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് ജിയോയിഡ് എന്ന് വിളിക്കാം. ഓക്കെ, അതെന്താ? പോൾസിന്റെ ഭാഗത്ത്, അതായത് ഇങ്ങനെ കറക്റ്റ് പെർഫെക്റ്റ് റൗണ്ട് അല്ല, പകരം പോളിന്റെ ഭാഗത്ത് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഇരിക്കുന്ന ആളാണ് എർത്ത്. അതിന്റെ പോൾസിന്റെ ഭാഗത്ത് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ഫ്ലാറ്റ് ആൻഡ് ഡെഡ് പോൾസ്. ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് ഏകദേശം 1/3 2/3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1/3 ലാൻഡേ ഉള്ളൂ, ബാക്കി 2/3 എന്താണ്? ഓഷൻ ആണ്. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ചെറിയ ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, മുന്നോട്ട് പോവാം. ഡിസ്റ്റൻസ് ഫ്രോം സൺ. എർത്തിൽ സണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ പൊതുവേ വിളിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഡിസ്റ്റൻസ് ആയിട്ടാണ് വിളിക്കുന്നത്. എർത്ത് സണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് ഒരു സ്റ്റാൻഡേർഡ് ഡിസ്റ്റൻസ് ആണ്. അത് നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വിളിക്കും. അത് എർത്തിൽ നിന്ന് സണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അത് എത്രയാണ്? 149.6 149.6 മില്യൺ കിലോമീറ്റേഴ്സ് ആണ്. അതും ചോദിക്കാം. 149.6 മില്യൺ കിലോമീറ്റേഴ്സ് ആണ്. ഓർബിറ്റ് പീരീഡ് എത്രയാണ്? 365 ദിവസവും 24.24. ഈ 0.25 എന്തായിട്ട് വരും? 24/25 ആണ്. അതായത് 4 ദിവസം, 4 കൊല്ലം കൂടുമ്പോൾ നമുക്ക് ഒരു ഡേ എക്സ്ട്രാ വരും. ആ ഡേ ആണ് ലീപ്പ് ഇയറിൽ വരുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു കൊല്ലത്തിൽ 365 ദിവസം ഉണ്ട്. ബാക്കി 4 കൊല്ലം കൂടുമ്പോൾ ഒരു ദിവസം എക്സ്ട്രാ വരുന്നതാണ് ഈ 0.25. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, പുതുമയൊന്നുമില്ല. എർത്തിന്റെ ഏജ് നമ്മൾ പറഞ്ഞു 4.5 ബില്യൺ ഇയേഴ്സ് ആണ്. സോളാർ സിസ്റ്റത്തിന്റെ ഏജ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സണ്ണിന്റെ ഏജ് എന്ന് പറഞ്ഞു. അത് തന്നെയാണ് എർത്തിന്റെയും ഏജ്. സോളാർ സിസ്റ്റം ഏതാണ്ട് ഒരേ സമയത്ത് ഉണ്ടായി നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സണ്ണ് ഈസ്റ്റിൽ റൈസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, സേതുരാമയ്യർ CBI കണ്ടവർക്കെല്ലാം അറിയാം. സൂര്യൻ ഉദിക്കുന്ന കിഴക്കാണോ? അല്ല, സൂര്യൻ ഉദിക്കുന്ന ഇടവയോ? അതാണ് കിഴക്ക്. അതിന്റെ കാരണം എന്താ നമുക്കറിയാം, വെസ്റ്റ് ടു ഈസ്റ്റ് കറങ്ങുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിക്കോളൂ. എത്രയാണ്? 6:24 ആണ്. 6 × 10⁻24 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ആൻ ഒബ്ജെക്ട് which has an icy core and tail gas and dust with a tail gas and dust which extends for millions of miles. ഈ പറയുന്നവയിൽ ആരോ, അത് കോമറ്റ് ആണോ, ആസ്റ്ററോയിഡ് ആണോ, കോൺസ്റ്റലേഷൻ ആണോ, മീറ്റിയർ ആണോ? ഇതെല്ലാം എന്താണ്? ഇതെല്ലാം നമ്മൾ പൊതുവേ സ്പേസിൽ കാണുന്ന ബോഡീസ് ആണ്, അല്ലെ? ഇവരിൽ ആർക്കാണ് എന്തുള്ളത്? ഒരു ഐസി കോർ, ഉള്ളില് ഐസ്, അതുപോലെ ടെയിൽ ഓഫ് ഗ്യാസിന്റെ ഒരു ടെയില്, ഗ്യാസിന്റെയും ഡസ്റ്റിന്റെയും ഒരു ടെയില്, മില്യൺസ് ഓഫ് മൈൽസ് നീണ്ടു നിൽക്കുന്ന ഒരു ടെയിൽ ഉള്ളത് ഇവരിൽ ആർക്കാണ്? ഇവരെല്ലാവരും സെലസ്റ്റിയൽ ബോഡീസ് ആണ്. സെലസ്റ്റിയൽ ബോഡീസ് നമ്മൾ വിളിക്കുക. നമ്മുടെ സണ്ണിനെ പോലെ, നമ്മുടെ എർത്തിനെ പോലെയുള്ള കുറച്ച് ബോഡീസ് ആണ്. നമ്മൾ എർത്തിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നതാണ്. സോ ഇവരിൽ ആർക്കാണ് ഈ പറയുന്ന സംഭവം ഉള്ളത്? നമുക്കറിയാം, ഈ വാൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വാൽ നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത്. വാൽ നക്ഷത്രം മലയാളം എന്താണ്? കോമറ്റ് ആണ്. വാൽ നക്ഷത്രം ഇംഗ്ലീഷ് എന്താണ്? കോമറ്റ് ആണ്. നമുക്കറിയാം ഇത് കോമറ്റ് ആണെന്ന്. പക്ഷെ പലർക്കുള്ള ഡൗട്ടാണ്, എന്താണ് ആസ്റ്ററോയിഡും എന്താണ് മീറ്റിയറും എന്താണ് കോമറ്റ് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കോമറ്റ് എന്ന് പറഞ്ഞാൽ എ മാസ് ഓഫ് ഐസ്, റോക്ക് ആൻഡ് ഡസ്റ്റ് ഡ്രിഫ്റ്റിംഗ് ഇൻ സ്പേസ് ദാറ്റ് ഓഫൻ ആസ് എ ടെയിൽ. ഒരു ടെയിലുള്ള, നടുക്ക് ഐസിന്റെ കോറുള്ള ഒരു മാസ് ഓഫ് ഐസ്, റോക്ക് ആൻഡ് ഡസ്റ്റ് സ്പേസിലൂടെ ഒഴുകി നടക്കുന്ന ഒരാളാണ് കോമറ്റ്. വിച്ച് ഗ്രോസ് ആസ് ഇറ്റ് ഗെറ്റ്സ് ക്ലോസർ ടു ദ സൺ. ദ ടെയിൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വാട്ടർ, ഡസ്റ്റ് ആൻഡ് വേരിയസ് ഗ്യാസസ് വേപ്പറൈസ്ഡ് ബൈ സോളാർ എനർജി. സോളാർ എനർജിയിൽ ഇത് വേപ്പറൈസ് ആയി പോകുന്നതുകൊണ്ടാണ് അവിടെ ടെയിൽ ഉണ്ടാവുന്നത്.
അതിനകത്തുള്ള വാട്ടർ കണ്ടന്റ് വേപ്പറൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ടെയിൽ ഉണ്ടാവുന്നത്. ഓക്കെ, സോ കോമറ്റ് നമുക്ക് മനസ്സിലായി. കോമറ്റ് ബേസിക്കലി എന്താണ്? വാൽ നക്ഷത്രമാണ്. ഓക്കെ, നമുക്ക് അത് മനസ്സിലായി, അതിനകത്ത് പ്രശ്നമില്ല. അടുത്ത ആസ്റ്റെറോയിഡ് എന്ന് പറയുന്നത് എന്താണ്? ആസ്റ്റെറോയിഡ് എന്ന് പറഞ്ഞാൽ എ ബോഡി മേഡപ്പ് ഓഫ് റോക്ക്. ഇതും റോക്ക് തന്നെയാണ്. അതിൽ മെറ്റാലിക്കും നോൺ മെറ്റാലിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. ദാറ്റ് ഓർബിറ്റ്സ് ദ സൺ, യൂഷ്വലി ഫൗണ്ട് ഇൻ ആസ്റ്റെറോയിഡ് ബെൽറ്റ് ബിറ്റ്വീൻ മാർസ് ആൻഡ് ജൂപ്പിറ്റർ. മാർസിനും ജൂപ്പിറ്ററിനും ഇടയിൽ കാണപ്പെടുന്ന ഒരു ബെൽറ്റ് ഓഫ് സാധനങ്ങളാണ്. ഇങ്ങനെ കുറെ മാർസിനും ജൂപ്പിറ്ററിനും ഇടയിൽ ഇങ്ങനെ കുറെ കുഞ്ഞു 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 സാധനങ്ങൾ കാണപ്പെടും, ഒരു ബെൽറ്റിൽ കാണപ്പെടും. ഓക്കെ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ വിടും. അതിൽ കാണപ്പെടുന്ന ഈ ചെറിയ റോക്കിന്റെ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആസ്റ്റെറോയിഡ് എന്ന് വിളിക്കുന്നത്. ബേസിക്കലി എന്തല്ല, പ്ലാനറ്റും അല്ല, അതല്ല ഡ്വാർഫ് പ്ലാനറ്റും അല്ല, ഗ്രഹങ്ങളും അല്ല, കുള്ളൻ ഗ്രഹങ്ങളും അല്ല. ഈ രണ്ട് ആൾക്കാരിൽ പെടാത്ത അതിലും ചെറിയ ആൾക്കാരാണ് ഈ വിളിക്കുന്ന ആസ്റ്റെറോയിഡ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രം എ ഫ്യൂ സെന്റിമീറ്റർ മുതൽ കിലോമീറ്റേഴ്സ് വരെയൊക്കെ ഉണ്ടാവാം. അത് കഴിഞ്ഞാൽ അടുത്ത ആളാണ് മിറ്റിരോയിഡ്. മിറ്റിരോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റോക്ക് ഓഫ്റ്റൻ ആൻ ആസ്റ്റെറോയിഡ് ഫ്രാഗ്മെന്റ്. ഈ ആസ്റ്റെറോയിഡിനെക്കാളും ചെറിയ റോക്ക് ആയിരിക്കും, സ്മോൾ റോക്ക് ആയിരിക്കും, ആസ്റ്റെറോയിഡിനെക്കാളും ചെറുതായിരിക്കും, ആസ്റ്റെറോയിഡിനെക്കാളും ചെറുതായിരിക്കും. ദാറ്റ് ഈസ് ബിഗ്ഗർ ദാൻ എ ഗ്രെയിൻ ഓഫ് സാൻഡ് ആൻഡ് ഓർബിറ്റ്സ് സൺ. ദ ടേം മിറ്റിരോയിഡ് റെഫേഴ്സ് ടു ദ ഒബ്ജക്ട് ബിഫോർ ഇറ്റ് എന്റേഴ്സ് ദ അറ്റ്മോസ്ഫിയർ. അതായത് നമ്മുടെ ഈ പറയുന്ന എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ എത്താതെ ബാക്കിയുള്ള സ്ഥലത്ത് കിടക്കുന്ന ഈ ആസ്റ്റെറോയിഡിന്റെ ചെറിയ ചെറിയ പീസുകളെയാണ് നമ്മൾ മിറ്റിരോയിഡ് എന്ന് വിളിക്കുന്നത്. ഈ മിറ്റിരോയിഡ് എന്ന് പറയുന്ന ആള് എന്ത് പറ്റി? എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ഇതുപോലെ കത്തിത്തീരാൻ തുടങ്ങും. അതിന് നമ്മൾ ഉൽക്ക എന്ന് വിളിക്കുക. ഈ ഉൽക്ക എന്ന് പറയുന്നതാണ് മിറ്റിരോയിഡ്. മിറ്റിരോയിഡ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ കയറി കഴിഞ്ഞാൽ അതിന് തീ പിടിക്കും സ്വാഭാവികമായിട്ടും. അതൊരു സ്ട്രീക്ക് ഓഫ് ലൈറ്റ് ഉണ്ടാക്കും, അതിന് തീ പിടിക്കും. എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് അതിന് എന്ത് ചെയ്യും? അതിന് തീ പിടിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതിനെ നമ്മൾ മിറ്റിരോയിഡ് എന്ന് വിളിക്കും. അത് എർത്തിൽ പതിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ അതിനെ മിറ്റോറൈറ്റ് എന്ന് വിളിക്കുന്നത്. റൈറ്റ്, RITE, റൈറ്റ്. അത് എർത്തിൽ കംപ്ലീറ്റ്ലി ബേൺസ് അപ്പ് ചെയ്യും. ബേൺ ചെയ്യാത്തവർ എന്ത് ചെയ്യും? ഫ്രാഗ്മെന്റ് ഫൗണ്ട് ഇൻ ഗ്രൗണ്ട്. നമ്മുടെ ഗ്രൗണ്ടിൽ നമ്മൾ അതിന്റെ ഒരു കഷ്ണം കണ്ടുപിടിക്കാറുണ്ട്. ഉൽക്ക എന്ന് വിളിക്കുന്ന സാധനമാണ്. സോ നമുക്ക് മേജർ ആയിട്ട് ഡ്വാർഫ് പ്ലാനറ്റ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഗ്രഹങ്ങളുണ്ട്. ഗ്രഹത്തിനേക്കാളും ചെറുത് ഡ്വാർഫ് പ്ലാനറ്റ്. ഡ്വാർഫ് പ്ലാനറ്റിനേക്കാളും ചെറുത് ആസ്റ്റെറോയിഡ്. ആസ്റ്റെറോയിഡിലും ചെറുത് മിറ്റിരോർ. മിറ്റിരോർ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ എത്തിക്കഴിഞ്ഞാൽ അത് മിറ്റിരോർ ഷവർ ആവും. മിറ്റിയോർ ഷവർ എന്ത് ചെയ്യും? എർത്തിൽ ഇടിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ ഉൽക്ക വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അത് മിറ്റിയോർ റൈറ്റ് ആവും. ഇടിച്ചു കഴിഞ്ഞാൽ റൈറ്റ് എന്ന് പറയും. ഓക്കെ, അതൊന്ന് ഓർത്തു വയ്ക്കുക. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? കോമറ്റ് ആണ്. ഓക്കെ അല്ലേ? ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് എവിടെ നിന്നുണ്ടായത്? സോളാർ സിസ്റ്റത്തിൽ നിന്നുണ്ടായത്. നമുക്ക് ഇനി നോക്കാൻ പോകുന്ന എർത്തിന്റെ ബേസിക്സ് ആണ്. ബേസിക്സ് ഓഫ് എർത്ത് നോക്കാം. ഓക്കെ, അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ മോൾട്ടൺ മെറ്റീരിയൽ മിക്സ്ഡ് വിത്ത് ഗ്യാസസ് ഇൻ ദ എർത്ത്സ് മാന്റിൽ ഈസ് നോൺ ആസ്. മോൾട്ടൺ മെറ്റീരിയൽ ആണ്, അതായത് എന്താ? ദ്രാവക രൂപത്തിലുള്ളതാണ്. മോൾട്ടൺ, അതായത് ചൂടായിട്ട് ഉരുകിപ്പോയ മോൾട്ടൺ മെറ്റീരിയൽ ആണ്. മിക്സ്ഡ് വിത്ത് ഗ്യാസസും കൂടെ അതിനകത്തുണ്ട്. എർത്തിന്റെ മാന്റലിൽ കാണപ്പെടുന്നതാണ്. അതിനെ വിളിക്കുന്നത് എന്താ? നമുക്കറിയാം, എർത്തിന്റെ വോൾക്കാനോ പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞതാണ്. എർത്തിന്റെ മാന്റലിലുള്ള റോക്ക് എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യും? ഹൈ ഹീറ്റിൽ കിടന്നു കഴിയുമ്പോൾ അത് എന്തായി മാറും? ഹൈ ഹീറ്റിൽ കിടന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്തായി മാറും? അത് മാഗ്മയായി മാറും. മാഗ്മ. സോ എർത്തിന്റെ ഉള്ളില് ഈ പറയുന്ന മോൾട്ടൺ മെറ്റീരിയലിന്റെ പേര് മാഗ്മ എന്നാണ്. അത് പുറത്തു വന്ന് കഴിഞ്ഞാൽ അതിന്റെ പേര്, അത് വോൾക്കാനോ വഴിയോ അതല്ലാതെ ചെറിയ എന്തെങ്കിലും ഒരു ഫിഷർ വഴിയോ ഫോൾട്ട് വഴിയോ എർത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അതിന്റെ പേര് ലാവ എന്നാണ്. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ ഇവര് ചോദിച്ചേക്കുന്നത് ഇൻ ദ എർത്ത് മാന്റലിന്റെ ഉള്ളിൽ ഏതാണെന്നാണ്. അതിന്റെ ഉത്തരം മാഗ്മ എന്നാണ്, അല്ലേ? അതിന്റെ ഉത്തരം മാഗ്മ എന്താണ് നോക്കാം നമുക്ക്. The Earth's mantle contains of molten rock mixed with gases. This molten rock inside the earth is known as magma. When the magma reaches the earth's surface through a volcano, it is called lava. So inside the earth ആണെങ്കിൽ magma, outside the earth ആണെങ്കിൽ lava. Okay അല്ലേ? സിമ്പിൾ അല്ലേ? നോക്കിക്കോളൂ, ഇന്റീരിയർ ഓഫ് എർത്ത് നോക്കിക്കോളൂ. ഇന്റീരിയർ ഓഫ് എർത്തിൽ എന്തൊക്കെയാ ഉള്ളത്? ലേയേഴ്സ് ഏതൊക്കെയാ ഉള്ളത്? ആദ്യം ക്രസ്റ്റ് നമ്മൾ കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും ഓഷൻ ക്രസ്റ്റ് എന്നും ഡിവൈഡ് ചെയ്ത് പഠിച്ചില്ലേ? ഓർമ്മയില്ലേ? അതിനുശേഷമുള്ളത് മാന്റൽ, അതിനുശേഷമുള്ള കോർ. ബേസിക്കലി പറഞ്ഞാൽ 3 ലേയേഴ്സ് ആണുള്ളത്. ക്രസ്റ്റ്, മാന്റല്, കോർ.
ഇങ്ങനെ 3 ഡിവിഷൻസ് ആണ് നമുക്ക് ബേസിക് ആയിട്ടുള്ളത്. ഇനി അതിനെ തന്നെ നമ്മൾ ക്രസ്റ്റിനെ നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കാറുണ്ട്. ക്രസ്റ്റിനും മാന്റിലും ഇടയിൽ എസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്ന ഒരു പ്ലാസ്റ്റിക് സെമി മോൾട്ടൺ ലെയർ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി മാന്റിലിനെ നമ്മൾ മിസോസ്ഫിയർ എന്ന് വിളിക്കാറുണ്ട്. കോറിനെ നമ്മൾ ബാരിസ്ഫിയർ എന്ന് വിളിക്കാറുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് എർത്തിന്റെ ഇന്റീരിയറിലുള്ള പല ലേയേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ക്രസ്റ്റിൽ നോക്കുക, ദ ഔട്ടർ സോളിഡ് ലെയറിനെ നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓഫ് എ റോക്കി പ്ലാനറ്റ് ഓർ എ നാച്ചുറൽ സാറ്റലൈറ്റ്, ഒരു നാച്ചുറൽ സാറ്റലൈറ്റിന്റെയോ ഒരു പ്ലാനറ്റിന്റെയോ ഏറ്റവും ഇന്നറിലുള്ള സോളിഡ് ലെയറിനെയാണ്, സോറി ഏറ്റവും പുറത്തുള്ള ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള സോളിഡ് ലെയറിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പൊതുവെ പുറത്തുള്ള ലെയർ. അതില് സിയാല് സിമ 2 ലെയറാണ് ഉള്ളത്. സിയാൽ എന്ന് പറഞ്ഞാൽ സിലിക്കൺ അലൂമിനിയം, സിമ എന്ന് പറഞ്ഞാൽ സിലിക്കൺ മഗ്നീഷ്യം അലൂമിനിയം. ഇങ്ങനെ 2 ലെയേഴ്സ് ആണുള്ളത്. തിക്നെസ് ഓഫ് ക്രസ്റ്റ് ഇസ് ഗ്രേറ്റർ ബിലോ ദ കോണ്ടിനെന്റ്. കോണ്ടിനെന്റൽ ക്രസ്റ്റിന് തിക്നെസ് കൂടുതലും ഓഷൻ ക്രസ്റ്റിന് തിക്നെസ് കുറവുമാണ്. തിക്നെസ് ഓഫ് ക്രസ്റ്റ് ഈസ് ഗ്രേറ്റർ ബിലോ ദ കോണ്ടിനെന്റ്. കോണ്ടിനെന്റിലെ തിക്നെസ് കൂടുതലും ഓഷനിൽ കുറവാണ്. ഇനി മാന്റിൽ നോക്കുമ്പോഴോ, മാന്റിൽ ലിക്വിഡ് ലെയർ ആണോ? മാന്റിൽ ലിക്വിഡ് ലെയർ, മാന്റിലും സോളിഡ് ലെയർ ആണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ അത് പ്ലാസ്റ്റിക് ലെയർ ആണ്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഇത് എസ്തനോസ്ഫിയർ. ഞാനിത് സ്പീഡിൽ പറയുന്നത് ഇത് റിവിഷൻ ക്ലാസ് ആയതുകൊണ്ടാണ്, ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ മാന്റിൽ ബേസിക്കലി ഒരു സോളിഡ് ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് എസ്തനോസ്ഫിയർ ലിക്വിഡ് ആണ്. അതുകൊണ്ടാണ് ഈ പ്ലേറ്റുകൾ, എർത്തിലെ പ്ലേറ്റുകൾ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എർത്ത് ക്വേക്ക് ഉണ്ടാവുന്നത്. ഇങ്ങനെ മൂവ് ചെയ്യാൻ കാരണം എന്താ, അതിന്റെ താഴെ ഒരു എസ്തനോസ്ഫിയർ എന്ന് പറയുന്ന ദ മാന്റിൽസ് ഫ്ലോസ്, മാന്റിൽ അതിന്റെ എസ്തനോസ്ഫിയർ എന്ന് പറയുന്ന ഈ പ്ലാസ്റ്റിക് ലെയറിന്റെ മുകളിൽ കൂടെ ഫ്ലോ ചെയ്യാണ്. കണ്ടോ, ഈ എസ്തനോസ്ഫിയറിന്റെ മുകളിൽ കൂടെ ഫ്ലോ ചെയ്യാനാണ്. അലുമിനിയം സിലിക്കണുമാണ് മേജർ ആയിട്ടുള്ള ആൾക്കാർ. ഇനി കോർ എന്ന് പറയുന്നതോ, ഔട്ടർ കോർ ലിക്വിഡും ഇന്നർ കോർ സോളിഡുമാണ്. കെമിക്കലി ഡിസ്റ്റിങ്ക്റ്റ് അല്ല, രണ്ടും തമ്മിലുള്ള കെമിക്കൽ ഒന്ന് തന്നെയാണ്. നിക്കലും ഫെറസും തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ സെയിം ആണ് രണ്ടിന്റെയും. പക്ഷെ ഒന്ന് ലിക്വിഡും ഒന്ന് സോളിഡുമാണ്. അത് ഫിസിക്കൽ ആയിട്ടുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ, കെമിക്കൽ ആയിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മുടെ എർത്തിന് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നത് ഈ മോൾട്ടൺ അയൺ നിക്കൽ, ഈ അയൺ നിക്കലും അങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ വാട്ടർ ആയിട്ടുള്ള അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള ഈ പറയുന്ന അയൺ നിക്കലും അങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് എർത്തിന് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. സോ ചോദ്യം വരാം, മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത് ഈസ് ബിക്കോസ് ഓഫ് ഏത്, ഔട്ടർ കോർ ആണ്, കോർ കാരണമാണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചാൽ മതി. സോ 3 ലേയേഴ്സ് ആണുള്ളത്, ക്രസ്റ്റ്, മാന്റില്, കോർ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താ, മോൾട്ടൺ മെറ്റീരിയൽ മിക്സ്ഡ് വിത്ത് ഗ്യാസസ് ഇൻ ദ എർത്ത്സ് മാന്റിൽ ഈസ് കോൾഡ് മാഗ്മ. ഓക്കെ, മുന്നോട്ട് പോവാം. വെൻ ദ റീഡിംഗ് ഓഫ് ബാരോമീറ്റർ, ബാരോമീറ്റർ അതെന്ത് സാധനമാണ് ഈ ബാരോമീറ്റർ? നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ബാരോമീറ്റർ എന്ന് പറഞ്ഞാൽ പ്രഷർ അളക്കുന്ന സാധനമാണ്. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കുന്ന സാധനമാണ്. കുറഞ്ഞു, അതായത് ബാരോമീറ്റർ റീഡിംഗ് കുറഞ്ഞു, അതായത് പ്രഷർ കുറഞ്ഞു. പ്രഷർ കുറഞ്ഞ മക്കളെ എന്താ സംഭവം? പ്രഷർ കുറഞ്ഞാൽ എന്ത് വെതറാ ഉള്ളത്? അതിന് വെതറിനെ പറ്റി അറിയണം. അതായത് ബാരോമീറ്റർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നോക്കുന്ന ആ സാധനമാണ്. ഓക്കെ, ബാരോമീറ്റർ പ്രഷർ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ലോ പ്രഷർ ആണ്. അതായത് ഒരു ഏരിയ എടുത്തു, ആ ഒരു ഏരിയയിൽ ലോ പ്രഷർ ആവുന്നത് എപ്പോഴാ? അവിടെ ചൂട് വന്നു എന്ന് വിചാരിക്കുക, അവിടെയുള്ള കാറ്റെല്ലാം വേറെ വഴിക്ക് പോയി എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ അവിടെ ലോ പ്രഷർ എങ്ങനെയോ ഉണ്ടായി. ഈ ലോ പ്രഷർ ഉണ്ടായാലുള്ള പ്രത്യേകത എന്താ? പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അതായത് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് കാറ്റടിച്ചോണ്ടേയിരിക്കും. ഇതിന് വേറൊരു പേരുണ്ട്, എന്താ? ന്യൂനമർദ്ദം. ലോ പ്രഷറിന്റെ മലയാളം നെയിം എന്താ? ന്യൂനമർദ്ദം. അതായത് ന്യൂനമർദ്ദത്തിലേക്ക്, ഈ ന്യൂനമർദ്ദം എന്ന് പറയുന്നതിലേക്ക് എന്ത് ചെയ്യും? എല്ലാ സ്ഥലത്തു നിന്നും ബാക്കി അതിന് ചുറ്റുമുള്ള ഏരിയാസ് എല്ലാം അതിനെ വെച്ച് നോക്കുമ്പോൾ ഹൈ പ്രഷർ ആണ്. ന്യൂനമർദ്ദത്തിനെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ലോ പ്രഷറിനെ വെച്ച് നോക്കുമ്പോൾ, അതിന്റെ ചുറ്റുമുള്ളതെല്ലാം ഹൈ പ്രഷർ ആയതുകൊണ്ട് എന്ത് ചെയ്യും? കാറ്റ് അതിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും, കാറ്റ് അതിലേക്ക് വന്ന് അടിച്ചുകൊണ്ടേയിരിക്കും. സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? ഇവിടെ ഒരു കൊടുങ്കാറ്റ് രൂപപ്പെടും. സോ ലോ പ്രഷർ രൂപപ്പെട്ടു കഴിഞ്ഞാൽ കാറ്റെല്ലാം അങ്ങോട്ട് വീശും. ഹൈ പ്രഷർ ആണെങ്കിൽ കാറ്റ് പുറത്തേക്കേ വീശുള്ളൂ. സോ ബാരോമീറ്ററിലുള്ള റീഡിങ് കൂടിക്കഴിഞ്ഞാൽ അത് ഹൈ പ്രഷർ റീജിയൻ ആണ്. അതൊരു കാം ഏരിയ ആയിരിക്കും, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അവിടെ. ആ സമയത്ത് ബാരോമീറ്റർ റീഡിംഗ് കുറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോ പ്രഷർ റീജിയൻ ആവും. ലോ പ്രഷർ റീജിയൻ എന്ത് ചെയ്യും? ഹൈ പ്രഷർ റീജിയൻ, ബാക്കി റീജിയനുകളിൽ നിന്നുള്ള കാറ്റുകളെ വലിച്ചെടുക്കും. അതൊരു സ്റ്റോം അല്ലെങ്കിൽ അതൊരു സൈക്ലോൺ ആയി മാറും. ഓക്കെ,
അവിടെ ഒരുപാട് മഴ പെയ്യാൻ സാധ്യതയുണ്ട്, നല്ല കാറ്റ് വീശാൻ സാധ്യതയുണ്ട്, സൈക്ലോണായി മാറാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരുമ്പോൾ എന്ത് വരുന്നു? കണ്ടോ, ഈ ലോ പ്രഷറിലേക്ക് എന്ത് വരുന്നു? കാറ്റെല്ലാം വലിച്ചെടുക്കപ്പെടും. ഹൈന്ന് പുറത്തേക്കേ പോകുള്ളൂ, ലോയിലേക്ക് കാറ്റ് വരും. അങ്ങനെ ഒരു സൈക്ലോൺ പോലെ ഉണ്ടാവാം, ഒരു സൈക്ലോണിക് സ്ട്രോം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. സോ എന്താ? എക്സ്ട്രീംലി സ്ട്രോമി ആണ് ഉത്തരം. അതെന്തായി മാറും? എക്സ്ട്രീംലി സ്ട്രോമി ആയി മാറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ഓർക്കുക, പ്രഷർ ലോ പ്രഷറിലേക്ക് വിൻഡ് ഒഴുകും. അങ്ങനെ വിൻഡ് ഒഴുകുമ്പോൾ ഒരു സ്ട്രോം ഉണ്ടാവാം. ഹൈ പ്രഷറിൽ നിന്ന് വിൻഡ് പുറത്തേക്ക് പോകും, ലോ പ്രഷറിലേക്ക് പോകും. സോ വിൻഡ് ഇവിടെ കൂടുതലാണെങ്കിൽ ഇവിടെ കുറവാണ് ഉണ്ടാവുക, കാര്യമായിട്ട് സ്ട്രോംസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് റിവർ ആൻഡ് ഡ്രെയിനേജ് ആണ്. ഏറ്റവും മേജർ ടോപ്പിക് ആണ്. ഒരുപാട് ചോദ്യങ്ങൾ ഈ ഏരിയയിൽ ചോദിക്കുന്നത്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, റിവറിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവർ നോട്ട് ഒറിജിനേറ്റ്സ് ഇൻ ഇന്ത്യ? അങ്ങനെ ചോദ്യം ചോദിക്കാം. ഇന്ത്യയിലെ ഒറിജിൻ ചെയ്യാത്ത റിവേഴ്സ് ഏതൊക്കെ? ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഇതെല്ലാം ഈ പറയുന്ന റിവേഴ്സിൽ മേജർ ആയിട്ടുള്ള റിവർ ബ്രഹ്മപുത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാം, ആസാമിന്റെ ഒക്കെ ഭാഗത്താണ് ബ്രഹ്മപുത്ര. സ്വാഭാവികമായിട്ടും ചൈനയിൽ നിന്നൊക്കെ തുടങ്ങാനുള്ള സാധ്യത നിങ്ങൾക്ക് ഇത് കണ്ടാലേ അറിയാൻ പറ്റും. പക്ഷെ എന്നാൽ നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, നോക്കിക്കോളൂ, ബ്രഹ്മപുത്ര, ഇൻഡസ്, അതുപോലെ സത്ലജ്, ഇവരാണ് മേജർ ആയിട്ടുള്ള 3 റിവേഴ്സ്. നിങ്ങൾക്ക് ചോദ്യം ഇവിടുന്നേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് ചെമായങ്ഡങ് ഗ്ലേഷ്യർ, മാനസരോവർ ലേക്ക്, അല്ലെങ്കിൽ ആങ്സി ഗ്ലേഷ്യർ എന്നും പറയാറുണ്ട്. ആങ്സി ഗ്ലേഷ്യർ. ഓക്കെ, ചെമായങ്ഡങ് ഗ്ലേഷ്യർ നിയർ മാനസരോവർ ടിബറ്റ്, അതായത് ചൈനയുടെ ഭാഗത്ത് നിന്നാണ് എന്ത് ഉണ്ടാവുന്നത്? ബ്രഹ്മപുത്ര ഉണ്ടാവുന്നത്. അരുണാചൽ, ആസാം, ബംഗ്ലാദേശ് അങ്ങോട്ടാണ് ഇത് ഒഴുകുന്നത്. അടുത്തത് ഇൻഡസ് റിവർ ബൊക്കാർച്ചു ഗ്ലേഷ്യർ, ടിബറ്റൻ പ്ലേറ്റു നിയർ മാനസരോവർ ലേക്ക്. അടുത്ത സത്ലജ് റാക്കാസ് ലേക്ക്, മാനസരോവർ, ടിബറ്റ്. ഏകദേശം ഒരേ ഭാഗം, ആ ടിബറ്റിന്റെ മാനസരോവറിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന 3 നദികളാണ് ഇവർ 3 പേരും. ഒരാള് ഇൻഡസ്, ഒരാള് സത്ലജ്, അടുത്ത ആള് ബ്രഹ്മപുത്ര. സോ ഇവര് 3 പേരുടെ കാര്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. സോ ഒറിജിൻ നോക്കി വെക്കുക, ചെമായങ്ഡങ് ഗ്ലേഷ്യർ ആണ് ആരുടെ? ബ്രഹ്മപുത്രയുടെ. ഇൻഡസിന്റെ ബൊക്കാർച്ചു ഗ്ലേഷ്യർ, സത്ലജിന്റെ റക്കാസ് ലേക്ക് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇതിന്റെ ആൻസർ ബ്രഹ്മപുത്ര. 2 വട്ടം ചോദിച്ചതാണ്, സെയിം ക്വസ്റ്റ്യൻ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് ഫ്ലോ ത്രൂ സൂററ്റ്? സൂററ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലൂടെ, അപ്പൊ ചുരുക്കം പറഞ്ഞാൽ സിറ്റിയിലൂടെ ഒഴുകുന്ന റിവർ ചോദിക്കാം. സിറ്റിയിലൂടെ ഒഴുകുന്ന റിവർ ചോദിക്കാം. അടുത്തത്, ഹൂഗ്ലി റിവറിന്റെ സിറ്റി ഏത് സിറ്റിയുടെ ബാങ്ക്സിലാണ്? വിച്ച് ഇന്ത്യൻ സിറ്റി സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ഹൂഗ്ലി റിവർ? അതും ചോദിക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് cities are inhabited in the banks of സബർമതി റിവർ? നിങ്ങൾ ഗാന്ധിയുടെ ആശ്രമം ഉണ്ടായിരുന്ന സബർമതി റിവറിലാണ്. ഓക്കെ, ഈ സബർമതി ആശ്രമം അപ്പൊ ഗാന്ധി വെച്ച് വേണമെങ്കിൽ കണക്ട് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാം. സ്റ്റിൽ നമുക്ക് നോക്കാം. ഓക്കെ, സോ മേജർ സിറ്റീസ് നോക്കാം. ഏതൊക്കെയാണ്? ശ്രീനഗർ, ഏതാ റിവർ? ഝലം റിവർ, ജമ്മു കാശ്മീർ. ജമ്മുവിലൂടെ ഒഴുകുന്ന ജമ്മു താവി എക്സ്പ്രസ് കേട്ടോ നിങ്ങൾ? ജമ്മു താവി എക്സ്പ്രസ്, താവി റിവർ, ജമ്മു കാശ്മീർ. ന്യൂഡൽഹി, യമുന റിവർ. ആഗ്ര, യമുന. ന്യൂഡൽഹി എല്ലാം ഉള്ളത് എവിടെയാണ്? യമുന റിവറിലാണ്. ബദ്രിനാഥ്, അലകനന്ദ. ഹരിദ്വാർ, ഗംഗ. ഞാൻ സ്റ്റേറ്റ് വായിക്കുന്നില്ല, സ്റ്റേറ്റ് നിങ്ങൾ വായിച്ചോളൂ. വാരണാസി, ഗംഗ. കാൺപൂർ, ഗംഗ. മിർസാപൂർ, ഗംഗ. പാട്ന, ഗംഗ. ലക്നൗ, ഗംഗ. കനൌജ്, ഗംഗ. അയോധ്യ, സരയു. അലഹബാദിൽ ഒരു ത്രിവേണി സംഗമം എന്ന് വിളിക്കും നമ്മൾ, ത്രിവേണി സംഗമം. ഏതൊക്കെ? ഗംഗ, യമുന, അതുപോലെ മിത്തിക്കൽ ആയിട്ടുള്ള സരസ്വതി റിവറിന്റെ കോൺഫ്ലുവൻസ് ആണ് ത്രിവേണി സംഗമം. നമ്മൾ അതിനിപ്പോ അലഹബാദ് എന്നുള്ള പേരൊക്കെ മാറ്റി പ്രയാഗ്രാജ് എന്നാക്കിയിട്ടുണ്ട്. ഓക്കെ, പ്രയാഗ്രാജ് എന്നാക്കിയിട്ടുണ്ട്. ആഗ്രയിലൂടെ ഒഴുകുന്നത് യമുന. ഗോരഖ്പൂരിൽ രാപ്തി. മുർഷിദാബാദിൽ ഗംഗ. കൊൽക്കത്ത, ഹൂഗ്ലി. ഗുവാഹത്തിയില് ബ്രഹ്മപുത്ര, അതായത് ആസാമിന്റെ ഏരിയയിൽ മേജറായിട്ട് ബ്രഹ്മപുത്ര ആയിരിക്കുമല്ലോ. ദിബ്രുഗഡിൽ ബ്രഹ്മപുത്ര. ഒഡീഷയിൽ മേജർ ആയിട്ടുള്ള 2 റിവേഴ്സ് ആണ് ബ്രഹ്മണി, മഹാനദി, ഋഷികുല്യ. അതെങ്കിലും ഒന്ന് ഓർത്തു വയ്ക്കുക. മഹാനദി കണ്ടോ, റോർക്കെല ബ്രഹ്മണി, കട്ടക്ക് മഹാനദി, ബ്രഹ്മപൂർ ഋഷികുല്യ, സാമ്പൽപൂർ മഹാനദി. ഓക്കെ, ഗ്വാളിയാർ, ചമ്പല്. ഉജ്ജയിൻ, ക്ഷിപ്ര. ഇതെന്താ ഇമ്പോർട്ടന്റ് ആവാണ്? കാരണം മഹാകുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഉജ്ജയിൻ എന്ന് പറയുന്നത്. ജബൽപൂർ, നർമ്മദയിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരാളെ ഉള്ളൂ, പഠിച്ചു വെച്ചേക്കുക.
സൂറത്തിൽ താപ്പി, താപ്പിയിലും മേജറായിട്ട് ഒരാളെ ഉള്ളൂ, സൂററ്റാണ്. അതും നമ്മളെ മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ടെക്സ്റ്റൈൽസിന് വേണ്ടി പേരിട്ട സ്ഥലമാണ്. അഹമ്മദാബാദ് സബർമതി, അഹമ്മദാബാദ് സബർമതി. പൂനെയില് മുത അല്ലെങ്കിൽ മുല എന്ന് പറയുന്ന ഒരു നദി ഒഴുകുന്നുണ്ട്. നാസിക് ഗോദാവരി, അമരാവതി കൃഷ്ണ, കൃഷ്ണ അമരാവതി ചോദിക്കും, ആന്ധ്രയുടെ തലസ്ഥാനമാണ്. വിജയവാഡ കൃഷ്ണ. ഓക്കെ, ഹൈദരാബാദ് മൂസി, ബാംഗ്ലൂര് വൃഷഭവതി ചോദിക്കാൻ സാധ്യത കുറവാണ്, എന്നാലും നോക്കി വെക്കുക. മംഗലാപുരത്ത് നേത്രാവതി, ഷിമോഗയില് തുങ്ക റിവർ, പിന്നെ മധുരയില് വൈഗൈ റിവർ, ചെന്നൈയില് അടയാർ അല്ലെങ്കിൽ കോം റിവർ, കോയമ്പത്തൂരില് നൊയ്യൽ, ഈറോഡില് കാവേരി, കോട്ട ചമ്പൽ റിവർ, കോട്ടയില് ചമ്പൽ റിവർ. ഓക്കെ, കാണാതെ പഠിക്കുക എന്നുള്ളതല്ലാതെ വലിയ ഓപ്ഷൻസ് ഒന്നുമില്ല, പഠിച്ചു വയ്ക്കുക. സോ ചോദ്യത്തിന് ആൻസർ ആയിക്കോളൂ. സൂററ്റിലൂടെ ഒഴുകുന്ന ഒരേ ഒരു നദി താപ്പി. അടുത്തത് ഹൂഗ്ലി റിവർ ഏതാണ്? കൊൽക്കത്ത. അടുത്തത് സബർമതി, അഹമ്മദാബാദ്. ഓക്കെ, ഏകദേശ ഐഡിയ വെച്ചിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയാം സൂററ്റ് എന്ന് പറയുന്നത് ഗുജറാത്തിലാണ്. ഈ പറയുന്ന മഹാനദി ആയാലും കാളി ആയാലും ഒന്നും ഗുജറാത്തിലൂടെ ഒഴുകുന്ന നദികളല്ല. അങ്ങനെ തന്നെ കണ്ടുപിടിക്കാം. ഹൂഗ്ലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം അറിയാമെങ്കിൽ വെസ്റ്റ് ബംഗാളിലൂടെ ഒക്കെ ഒഴുകുന്നതാണ്, ആ ഒരു സൈഡിലാണെന്ന് അറിയാമെങ്കിൽ കട്ടക്ക് പോയി, കട്ടക്ക് ഒഡീഷയിലാണ്. ഗാങ്ടോങ് പോയി, ഗാങ്ടോങ് സിക്കിമിലാണ്. ചെന്നൈ പോയി, ചെന്നൈ തമിഴ്നാട്ടിലാണ്. അങ്ങനെ കണ്ടുപിടിക്കാം. അടുത്തത് സബർമതി റിവർ, ഏകദേശം ഒരു ധാരണ, അതായത് എവിടെയാണ്? നോർത്തിലാണ്. ഓക്കെ, ഗുജറാത്തിന്റെ ഭാഗത്താണ്. ഏകദേശം ഒരു ധാരണ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂറത്തിലൂടെ ഒഴുകുന്ന നദി ഇതും കൂടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സൂറത്ത് പോയി. ഭാവനഗർ വരില്ല, ഭാവനഗർ ഇപ്പുറ സൈഡിലാണ്, അതും പോയി. പിന്നെ വഡോദര വെച്ച് വേണ്ടി ഡൗട്ട് അടിക്കാം, UP ആന്ന് തോന്നുന്നു. ഓക്കെ, ഉത്തരം അഹമ്മദാബാദാണ്. ഇതൊക്കെ ഗാന്ധിയുടെ ആശ്രമം അഹമ്മദാബാദിലെ സൂറത്ത് നദിയുടെ ഇതിലായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പലയിടത്തും. ഓക്കെ, സോ ചമ്പൽ ബെട്ടുവ സോൺ എന്ന് പറയുന്ന നദികൾ എങ്ങോട്ട് ഒഴുകുന്നതാണ്? ഈ ചോദ്യം പഠിക്കുമ്പോൾ ആലോചിക്കുക, ചമ്പൽ ബെട്ടുവ സോൺ എന്തുകൊണ്ടാണ് ഇവരെ പറ്റി ചോദിക്കാൻ കാരണം? എന്താണ് ഇവരെ പറ്റി ഒരു ചോദ്യം വരാനുള്ള കാരണം? എന്താ? അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഏത്? യമുന എന്ന് പറയുന്ന നദിയുടെ ട്രിബ്യൂട്ടറീസ് ആണ് ഇവര്. യമുന ഇമ്പോർട്ടന്റ് ആണ്. യമുന ആരുടെ ട്രിബ്യൂട്ടറിയാ? യമുന ഗംഗയുടെ ട്രിബ്യൂട്ടറി ആണ്. സോ യമുന എന്ന് പറയുന്ന നദിയുടെ ട്രിബ്യൂട്ടറീസ് ആണ് ഇവര്. ടോൺസ് എന്ന് പറയുന്ന നദി ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് യമുനയാണ്. ബന്ദർപുഞ്ച് റേഞ്ച് ആണ്. ചമ്പൽ വിന്ധ്യ റേഞ്ച്, സിന്ധ് മാൽവ പ്ലേറ്റു, ബെട്ടുവ വിന്ധ്യ റേഞ്ച്, കെന്ന് കൈമൂർ റേഞ്ച്. ഓക്കെ, ഈ ചമ്പൽ റാവിൻസ് ബാഡ് ലാൻഡ് ടോപ്പോഗ്രഫി എന്നെല്ലാം നമ്മൾ പറയും. ചിലപ്പോൾ ചോദിക്കാം ബാഡ് ലാൻഡ് ടോപ്പോഗ്രഫി കാണപ്പെടുന്നത് എവിടെയാണ്? ചമ്പലിലാണ്. നമ്മുടെ ഗബ്ബർ സിംഗ്, ഷോലെ ഒക്കെ ഉള്ളത് ഈ പറയുന്ന സ്ഥലത്താണ്. ഗബ്ബർ സിംഗ് ഒക്കെ ഉള്ളത് അവിടെയാണ്. ഡാക്കൂസ് ഒക്കെ ഉള്ള ഏരിയ ആണ്. ഓക്കെ, ഡീപ് റവൈൻസ് ഉള്ള സ്ഥലമാണ്. സോ ഇതാണ് യമുനയുടെ ട്രിബ്യൂട്ടറീസ്. അതായത് നമുക്ക് മെയിൻ ആയിട്ടുള്ള ചമ്പല് ഒരുപാട് ഇവിടെ എഴുതിയിട്ടുണ്ട്. മെയിൻ ആയിട്ട് ചമ്പല്, ബെട്ടുവ, കെൻ, ടോൺസ്. ഓക്കെ, ഇവിടെ നോക്കാം. ചമ്പലിന്റെ ബാക്കി ചമ്പലിന് കുറെ ട്രിബ്യൂട്ടറീസ് ഒക്കെ ഉണ്ട്, നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ചമ്പല്, സിന്ധ്, ബെട്ടുവ, കെൻ. ഓക്കെ, അതിനൊരു കോഡ് ഇട്ട് പഠിച്ചോ, CSK. ചമ്പല്, സിന്ധ്, കെൻ. ഈസ് ബെസ്റ്റ് എന്ന് പഠിച്ചു വയ്ക്കാം, ബെട്ടുവയുടെ ബെസ്റ്റ്. സോ ചമ്പല്, ഈ പറയുന്ന പോലെ സിന്ധ്, ബെട്ടുവ, കെൻ, ബെട്ടുവ. CSK is the best എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. മേജർ ആയിട്ടുള്ള ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഒന്നും ഇല്ല യമുനയ്ക്ക്, അതുകൊണ്ട് അതൊരു പ്രശ്നം വരാൻ പോകുന്നില്ല. ചോദിക്കുകയാണെങ്കിൽ ഇവരെ ചോദിക്കുള്ളൂ. പിന്നെ ടോൺസും കൂടെ ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇതാ ഈ ഭാഗത്ത്. ഓക്കെ അല്ലേ? ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ആ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ആ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങോട്ട് ഒഴുകുന്നതാ? ഇത് യമുനയാണെങ്കിൽ ഈ ഭാഗത്തേക്ക് ഒഴുകുന്നതാ. അതായത് ഇത് ഏതാ ഭാഗം? ഈസ്റ്റിലേക്ക് ഒഴുകുന്നതാണ്. ഏതാണ്? ഈസ്റ്റിലേക്ക് ഒഴുകുന്നതാണ്. ഓക്കെ, പ്രശ്നമില്ലല്ലോ. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ, നർമ്മദ താപ്പി എങ്ങോട്ട് ഒഴുകുന്നതാണ്? നോക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ നോക്കാം. വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സും ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സും, രണ്ട് റിവേഴ്സ് ഉള്ളത്. വെസ്റ്റ് ഫ്ലോയിങ്ങും ഈസ്റ്റ് ഫ്ലോയിങ്ങും. പെനിൻസുലാർ റിവേഴ്സിനെ നമ്മൾ ഹിമാലയൻ അല്ലാത്ത ബാക്കി എല്ലാ റിവേഴ്സിനും നമ്മൾ പെനിൻസുലാർ റിവേഴ്സ് എന്ന് വിളിക്കുക. ഇന്ത്യൻ പെനിൻസുലർ ഒഴുകുന്ന അതിൽ തന്നെ നമുക്കുണ്ട് എന്ത്? വെസ്റ്റ് ഫ്ലോയിങ് ഉണ്ട്, ഇങ്ങോട്ട് ഒഴുകുന്നത്. അതല്ലാതെ ഈസ്റ്റ് ഫ്ലോയിങ് ഉണ്ട്, ഇങ്ങോട്ട് ഒഴുകുന്നത്. അങ്ങനെ രണ്ട് തരം റിവേഴ്സാണ് ഉള്ളത്. അതിൽ തന്നെ നമുക്ക് കാണാം മേജർ ആയിട്ടുള്ള വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് നർമ്മദ, താപ്പി, വൈതരണ, ലൂണി, സബർമതി, മണ്ഡോവി, സൗരി, കാളിന്തി, ശരവതി, നമ്മുടെ ഭാരതപ്പുഴ, പെരിയാർ.
പക്ഷേ ചോദ്യം ചോദിക്കാൻ സാധ്യത ബ്രഹ്മപുത്രയും നർമ്മദയും താപ്പിയും, അത് രണ്ടുമാണ് ഏറ്റവും വലുത്. സോ വെസ്റ്റ് ഫ്ലോയിങ്ങില് ടിപ്പിക്കലായിട്ട് ചോദിക്കാറുള്ളത് നർമ്മദയും താപ്പിയുമാണ്. അത് രണ്ടുമാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അത് റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്ന, നർമ്മദ ഒഴുകുന്നത് വിന്ധ്യക്കും സത്പുരയ്ക്കും ഇടയിലൂടെ, വിന്ധ്യ മൗണ്ടൻസിന്റെയും സത്പര മൗണ്ടൻസിന്റെയും ഇടയിലൂടെ ഒഴുകുന്നു. സത്പരയ്ക്കും സത്മലയ്ക്കും ഇടയിലൂടെ ഒഴുകുന്ന ആളാണ് താപ്പി. റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്ന രണ്ട് നദികളാണ്. നമ്മൾ പറഞ്ഞതാണ് ക്ലാസ്സിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അതല്ലാതെ വേറെ കൊച്ചു കൊച്ചു നദികൾ കുറച്ചുണ്ട്. ഗോവ, ലൈഫ് ലൈൻ ഓഫ് ഗോവ എന്നറിയപ്പെടുന്ന മണ്ഡോവി, സുവാരി, കാളിന്തി, ശരവതി, ഭാരതപ്പുഴ, പെരിയാറ്, സബർമതി, ഇതെല്ലാം ഉണ്ട്. സോ ഈ ക്വസ്റ്റിന്റെ ആൻസറിൽ വേറെ പ്രത്യേകതയൊന്നുമില്ല. വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവർ ആണ്. വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവർ ആണ്. ഇനി ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഏതൊക്കെയാ? സുബർണരേഖ, ബൈതരണി, ബ്രഹ്മണി, ഒഡീഷ. ഇവരൊക്കെ എവിടെ ഒഴുകുന്നതാ? ഇവരൊക്കെ ഒഡീഷ, വെസ്റ്റ് ബംഗാൾ റീജിയനിൽ ഒഴുകുന്ന. ഗോദാവരി, കൃഷ്ണ, പെണ്ണാറ്, പൊന്നിയാറ്, കാവേരി, വൈഗൈ ഒക്കെയാണ് മേജർ ആയിട്ടുള്ള ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. ഓക്കെ, ഒന്ന് ഓർത്തു വയ്ക്കുക ജസ്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് സ്പ്രെഡ് ഇൻ സപ്ത സിന്ധു റീജിയൻ ആൻഡ് ലേറ്റർ ഡ്രൈസ് അപ്പ്? അതായത് പണ്ട് സപ്ത സിന്ധു എന്ന് അറിയപ്പെട്ടിരുന്നു, പക്ഷെ പെട്ടെന്ന് ഇല്ലാതെയായി പോയി. അല്ലെങ്കിൽ പിന്നീട് മോഡേൺ നമ്മുടെ പുതിയ കണക്കൂട്ടലൊക്കെ നോക്കുമ്പോൾ എന്തില്ല, അങ്ങനെ ഒരു റിവർ ഇല്ല. നിങ്ങൾക്ക് അറിയാം ഇവർ ആരെ പറ്റിയാ പറയുന്നത്? സരസ്വതി എന്ന് പറയുന്ന ഒരു മിത്തിക്കൽ റിവറിനെ പറ്റിയാ പറയുന്നത്. വേദാസിലെല്ലാം സപ്ത സിന്ധു എന്ന് പറയാൻ കാരണം സരസ്വതിനെ കൂടി കൂട്ടിയിട്ടാണ്. അതായത് ഇൻഡസ്, ജലം, ചെനാബ്, രവി, സത്ലജ്, ബിയാസ് പ്ലസ് സരസ്വതിയും കൂടെ ചേരുമ്പോഴാണ് എന്ത് പറ്റുന്നത്? സപ്ത സിന്ധുവായി മാറുന്നത്. ഓക്കെ, സിന്ധു എന്ന് വിളിക്കുന്ന ഇൻഡസ് നദി, സരസ്വതി എന്ന് വിളിക്കുന്ന ഗാഗർ ഹക്ര എന്ന് പറയുന്ന ഏരിയയിലൂടെ ഒഴുകിയിരുന്ന ഒരു നദി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിപ്പോ ഇല്ല. വിറ്റസ്ത എന്ന് അറിയപ്പെടുന്ന ജലം, അസ്കിനി എന്നറിയപ്പെടുന്ന ചെനാബ്, പരുഷിണി എന്നറിയപ്പെടുന്ന രവി, വിപാഷ എന്നറിയപ്പെടുന്ന ബിയാസ്, ചതുർദി എന്നറിയപ്പെടുന്ന സത്ലജ്. ഈ ഒരു രീതിയിൽ സപ്ത സിന്ധു എന്ന് അറിഞ്ഞപ്പെടുന്നു. വേദങ്ങളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ സിന്ധു, സരസ്വതി, വിത്തസ്ത ഏതാ ജലമാണ്, അസ്കിനി ചെനാബാണ്, പുരുഷിണി രവിയാണ്, വിപാഷ ബിയാസ്, സുതുർദി സത്ലജ്. ഇതാണ് സപ്ത സിന്ധു. ഇനി ഇൻഡസ് റിവേഴ്സിൽ ഇപ്പോൾ ഉള്ളത് നോക്കുകയാണെങ്കിൽ ഇൻഡസ് എന്ന് പറയുന്ന നദി ബൊക്കാർച്ചു ഗ്ലേഷ്യർ ടിബറ്റിന്റെ മാനസരോവറിന്റെ ഭാഗത്താണ് ഉള്ളത്. ലഡാക്കിലൂടെയും പാകിസ്ഥാനിലൂടെ ഒഴുകുന്നു. അത് ജലം വെരിനാഗ് സ്പ്രിംഗിലാണ് ഒറിജിൻ. ചോദിക്കും. ചെനാബ്, ചന്ദ്രഭാഗ നദികൾ കൂടി ചേർന്നാണ് ഉണ്ടായത്. ചോദിക്കാം. രവി റോത്താങ് പാസ്, ഓർത്ത് വയ്ക്കുക, റോത്താങ് പാസിന്റെ അടുത്താണ് ഉണ്ടാവുന്നത്. ബിയാസ് കുണ്ടിലാണ് ഉണ്ടാവുന്നത്. സത്ലജ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, റക്കാസ് ലേക്ക് ആണ്. റക്കാസ് തൾ അല്ലെങ്കിൽ റക്കാസ് ലേക്ക്. തൾ എന്ന് പറഞ്ഞാൽ ലേക്ക് ആണ്. റക്കാസ് ലേക്കിലാണ് എന്ത് ചെയ്യുന്നത്? സത്ലജ് ഉത്ഭവിക്കുന്നത്. സോ ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, നോക്കി വെച്ചേക്കുക. സോ ഇതിന്റെ ആൻസർ എന്താ? സരസ്വതി. മുന്നോട്ട് പോയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലോങ്സ്റ്റ് റിവർ ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഉണ്ടാവുന്ന നമ്മൾ മേജർ 3 നദികൾ പറഞ്ഞത് ബ്രഹ്മപുത്ര, ഇൻഡസ്, സത്ലജ്. ഇവകളല്ലാതെ ഇന്ത്യയിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? നമുക്കറിയാം ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ഗംഗോത്രി ഗ്ലേഷ്യറിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗയാണെന്ന് അറിയാം. ഫാക്ടുകൾ നോക്കാം. ലാർജസ്റ്റ് ഇന്ത്യൻ റിവർ ഏതാണ്? ഗംഗയാണ്. ഇന്ത്യയിൽ ഉണ്ടാവുന്ന റിവർ 2255 എന്നൊക്കെ പറയുന്ന പോലെ 2255 എന്നൊക്കെ പറയുന്ന പോലെ 2525 ഓർത്ത് വയ്ക്കുക. ഓക്കെ, ലാർജസ്റ്റ് റിവർ ഫ്ലോയിങ് ത്രൂ ഇന്ത്യ, ഇന്ത്യയിലൂടെ ഒഴുകുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ റിവർ. അല്ലാണ്ട് അതിന്റെ ഭൂരിഭാഗം ഇന്ത്യയിലൂടെ ഒഴുകുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇൻഡസ് ആണ് 3180 കിലോമീറ്റർ. ഓക്കെ, ഏകദേശം 1000 കിലോമീറ്റർ മാത്രമേ ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ ഇതിനകത്ത്. ഇനി സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ഫ്ലോയിങ് ത്രൂ ഇന്ത്യ ആണ് ബ്രഹ്മപുത്ര. രണ്ടാമത്തെ ബ്രഹ്മപുത്ര. മൂന്നാം സ്ഥാനമാണ് ഗംഗയ്ക്കുള്ളൂ. അത് സ്ഥാനമാനങ്ങൾ നോക്കുകയാണെങ്കിൽ 1 ഇൻഡസ്, 2 ബ്രഹ്മപുത്ര, 3 ഈ പറയുന്ന പോലെ ആരാണ്? ഗംഗ. ഇന്ത്യയുടെ മാത്രം ഒഴുകാണ് ഗംഗ 1ാം സ്ഥാനത്താണ്. ഇവർ രണ്ടുപേരും ഇല്ല. ഓക്കെ, ഇനി ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ ഏതാണ്? ഗോദാവരിയാണ്. ഓൺലി റിവർ ദാറ്റ് ക്രോസസ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഏതാണ്? മാഹി റിവർ ആണ്. ഒരു ട്രിബ്യൂട്ടറി എന്ന നിലയിൽ അല്ലെങ്കിൽ കടലിൽ, അറബിക്കടലിലോ നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ ബേ ഓഫ് ബംഗാളിലോ അവസാനിക്കാത്ത ഒരു ട്രിബ്യൂട്ടറി എന്ന പേരിലെ ഏറ്റവും വലിയ റിവർ, അതായത് ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ ഡസ് നോട്ട് ഫ്ലോ ഇൻ ടു സീ. ബേസിക്കലി ട്രിബ്യൂട്ടറി ആണ്. മറ്റൊരു നദിയുടെ കൈവഴി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയ നദി യമുനയാണ്. അതായത് കടലിൽ പോയി അവസാനിക്കാത്ത ഏറ്റവും വലിയ നദി യമുനയാണ്. ഗംഗയുടെ ട്രിബ്യൂട്ടറി ആണ്. ഓക്കെ, നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലോങ്സ്റ്റ് റിവർ ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യ? ഏതാണ്? ഗംഗയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. തുംഗഭദ്ര ഇസ് ദ ട്രിബ്യൂട്ടറി ഓഫ്?
ട്രിബ്യൂട്ടറീസ് ചോദിക്കാം. മേജർ റിവേഴ്സിന്റെ ട്രിബ്യൂട്ടറീസ് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഗംഗ എന്ന് പറയുന്ന നദികളുടെ ട്രിബ്യൂട്ടറി പഠിച്ചു വെക്കുക. ഓക്കെ, ഗംഗയുടെ റൈറ്റ് ബാങ്കും ലെഫ്റ്റ് ബാങ്കും ട്രിബ്യൂട്ടറീസ് പഠിച്ചങ്ങ് വെച്ചേക്കുക. അപ്പൊ തന്നെ നമുക്ക് ഗംഗ എടുത്ത് കളയാൻ പറ്റും. ഇൻഡസ് നമ്മളിപ്പോ പറഞ്ഞു, ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? ജലം, ചെനാബ്, സത്ലജ്, അതുപോലെ തന്നെ പിന്നെ ഏതാ, ബിയാസ്, രവി. ഈ 5 പേരേ ഉള്ളൂ, വേറെ പ്രശ്നം വരുന്നില്ല. പിന്നെ ഗംഗയുടെ നമ്മൾ പഠിച്ചു വയ്ക്കുക. ഗംഗയുടെ ഒരു കോഡ് ഇവിടെ എന്താ? യശോദ, യമുന, സോൺ, ദാമോദർ. ഇവരാണ് ഗംഗയുടെ എന്ത് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്. ഇനി ഗംഗയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിന് ഒരു കോഡ് ഉണ്ട്. റിലയൻസ്. റിലയൻസ് എന്ന് പറയുമ്പോൾ രാംഗംഗ, റിലയൻസ് 3G അതായത് ഗാഗർ, ഗണ്ഡക്, ഗോമതി, മാലിക്. ഓക്കെ, റിലയൻസ് 3G മാലിക്, അതാണ് കോഡ്. റിലയൻസ് 3G മാലിക്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ മഹാനന്ദ. ഓക്കെ, സോ ഇവിടുത്തെ കോഡ് യശോദ. യശോദ എന്ന് പഠിച്ചു വയ്ക്കുക, റൈറ്റിന്റെ കോഡ്. ലെഫ്റ്റിന്റെ കോഡ് റിലയൻസ് 3G മാലിക്. റിലയൻസിന് രാംഗംഗ, 3Gക്ക് ഗാഗർ, ഗന്ധക്, ഗോമതി, മാലിക്കിന് മഹാനന്ദ. സോ ഇത് ആരും അല്ല ഇവിടെ ചോദിച്ചേക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും ഗംഗയും പോയി ഇൻഡസും പോയി, അത് രണ്ടും നമുക്ക് അറിയാം. സോ ഗംഗയും പോയി ഇൻഡസും പോയി. ഓക്കെ, ഗംഗ കളയാൻ വേണ്ടി നമ്മൾ ഓർത്തു എന്താ? റിലയൻസ് 3G മാലിക്. ഇവിടെ യശോദ, യമുന, സോൺ, ദാമോദർ. ഓക്കെ, ഇത്രയും പഠിച്ചു വെച്ചു, പ്രശ്നമുള്ള കേസല്ല. ഇനി ഗോദാവരി ആണോ കൃഷ്ണയാണോ എന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ, പെനിൻസുല റിവേഴ്സിന്റെ മേജർ അല്ല ട്രിബ്യൂട്ടറീസ് ഒന്ന് നോക്കിയിട്ട് പോകണം, എന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ. മഹാനദി എന്ന് പറഞ്ഞ സിഹാവ ഹിൽസിൽ ഉണ്ടാവുന്നു. സിയോനാഥ്, ഹാറ്റ്സോ, മാന്ത്, ഇബ്, ഓങ്, ടെല്ല്. ഏകദേശം ഒരു ചൈനീസ് യൂറോപ്യൻ പേര് പോലെ അല്ലേ? ചൈനീസ് അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ജാപ്പനീസ് പേര് പോലെ ഉണ്ട്. സോ സിയോനാഥ് ആയാലും, ഹസ്ദോ ആയാലും, മന്ത് ആയാലും, ഇബ് ആയാലും, ഓങ് ആയാലും, ടെല്ല് ആയാലും എന്താ, ആ ഒരു പേരാണ്. സോ അത് വെച്ചിട്ട് ഓർത്തു വയ്ക്കുക. മഹാനദിക്ക് ഒരു പ്രത്യേക പേരുകൾ ഉള്ളവരാണ്. ഇനി ഗോദാവരിക്ക് പ്രവര, പൂർണ, മഞ്ജര, പെൻഗംഗ, വർദ്ധ, വൈൻഗംഗ, ഇന്ദ്രാവതി, പ്രണഹിത, സബരി. ഇനി കൃഷ്ണയുടെ നോക്കുമ്പോഴോ, കൃഷ്ണ മൊത്തത്തിൽ ഒരു പൗരാണിക ലുക്കാണ്. അതായത് ഉണ്ടാവുന്ന മഹാബലേശ്വർ, ഒരു എന്താ മഹാഭാരതം എന്ന് പറയുന്ന പോലെ രാമായണത്തിലുള്ള കുറെ കഥാപാത്രങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഭീമൻ, ഗഡ്പ്രഭ, മാലപ്രഭ, തുംഗഭദ്ര, മൂസി എന്നെല്ലാം പറയുന്ന പൗരാണികമായിട്ടുള്ള കുറച്ച് പേരുകളാണ്. സോ കൃഷ്ണയും മഹാനദിയും അങ്ങനെ ഓർത്തിരിക്കുക. കാവേരിയുടെ ഹേമാവതി, അർക്കാവതി, കബനി, ഭവാനി, അമരാവതി, നൊയ്യൽ. അതിൽ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് കബനിയും അമരാവതിയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, ഗോദാവരിയുടെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇന്ദ്രാവതി, പ്രണഹിത, പെൺഗംഗ, വൈൻഗംഗ. അതാണ് ചോദിക്കാൻ സാധ്യത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ഇതാ ഇവർ 4 പേരും പഠിച്ചു വയ്ക്കുക. ഇത് നിങ്ങൾ ആ ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. ആ പേരുകളുടെ ഒരു പ്രത്യേകത കണ്ടോ, നമ്മൾ പൊതുവെ കേൾക്കാത്ത പേരുകളാണ്. ഓക്കെ, ഈസ്റ്റ് ഫ്ലോയിങ് കഴിഞ്ഞു. വെസ്റ്റ് ഫ്ലോയിങ്ങില് മേജർ ആയിട്ടുള്ള നദികൾക്ക് ട്രിബ്യൂട്ടറീസ് കാര്യമായിട്ടില്ല, എല്ലാം സ്മോൾ റിവേഴ്സ് ആണ്, എല്ലാം ചെറിയ റിവേഴ്സ് ആണ്. ആകെ നമ്മൾ പഠിക്കേണ്ടത് നർമ്മദയ്ക്ക് ഹിരണും തവയും കോളാറും. ഓക്കെ, താപ്പിക്ക് ഗിർണ, പൂർണ. ഓക്കെ, ഇത് പഞ്ചര ചോദിക്കാറില്ല, ഗിർണയും പൂർണ്ണയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ ഒറിജിൻ നോക്കുന്നു. നർമ്മദ അമർകണ്ടക് പ്ലേറ്റ്, താപ്പി മുൾട്ടായി, ലൂണി പുഷ്കർ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ അടുത്താണ് ഉണ്ടാവുന്നത്. മണ്ടോവി വെസ്റ്റേൺ ഗട്ട്സ് ഗോവയിലൂടെ ഒഴുകുന്നതാണ്. സൗരി വെസ്റ്റേൺ ഗട്ട്സ് ഗോവയിലൂടെ ഒഴുകുന്നതാണ്. പെരിയാർ നമുക്കറിയാം, ശിവഗിരി ഹിൽസ് കേരളത്തിലൂടെ ഒഴുകുന്നതാണ്. സോ മേജറുള്ള കൈവഴികൾ ഇല്ല എന്നല്ല, ചോദിക്കാറില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊന്നും ഇല്ല. ഇവിടെ തവയും ഹിരണും ഓർത്തു വയ്ക്കുക, പൂർണ്ണയും ഗിർണയും ഓർത്തു വയ്ക്കുക, അത്രേ ചോദിക്കാറുള്ളൂ. അതുകൊണ്ടാ. ഓക്കെ, മുന്നോട്ട് പോയാൽ ഇതിന്റെ ഉത്തരം എന്താണ്? കൃഷ്ണയാണ്. ഓക്കെ, ഡാം ഇറിഗേഷൻ നോക്കിയിട്ട് നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ളതാണ്. നമുക്ക് നോക്കാം. ഡാം, ഇന്ദിരാഗാന്ധി കനാല്. കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും, കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല. രാജസ്ഥാനിലൂടെ ഒഴുകുന്ന ഒരു മേജർ കനാലാണ്. ഓക്കെ, ആൾക്കാര് വാട്ടറിന് വേണ്ടിയിട്ട്, അത് കൃഷിക്കായിട്ടും വീട്ടാവശ്യങ്ങൾക്കും എല്ലാം വേണ്ടിയിട്ട് വാട്ടറിന് വേണ്ടി ആ ഏരിയയിലുള്ളവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ. അത് ഏത് ഡാമിൽ നിന്നാണ് വരുന്നതെന്ന് പഠിക്കാതെ രക്ഷയില്ല. നോക്കാം.
Indira Gandhi Canal, originally Rajasthan Canal, is the longest canal in India. One of the longest canal in India ആണ്. It starts from Harike barrage. ഇവിടുത്തെ ഉത്തരം നമുക്ക് എന്താ? Harike Dam ആണ് ഉത്തരം. Okay, Harike barrage at Harike, a few kilometers below the confluence of Satluj and Beas. സത്ലജും ബിയാസും കൂട്ടിമുട്ടുന്നതിന്റെ താഴെ ഈ ഏകദേശം ഈ ഒരു ഭാഗത്താണ് തുടങ്ങുന്നത്. അത് പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ ഇത്രയും ഭാഗത്തിലൂടെ ഇത്രയും ഭാഗത്തിലൂടെ എന്ത് ചെയ്യുന്നു? വാട്ടർ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹരിക്കെ ബാരേജ് സത്ലജ് ബിയാസിന്റെ കോൺഫ്ലുവൻസിന്റെ അടുത്ത്, ഇറിഗേഷൻസ് ഇൻ താർ ഡെസേർട്ട് നോർത്ത് വെസ്റ്റ് ഉണ്ട്. ഈ ഇത്രയും ഭാഗം എന്താ? പൊതുവേ നമ്മുടെ ഡെസേർട്ടഡ് ആയിട്ടുള്ള ഏരിയ ആണ്, വാട്ടർ കുറവുള്ള ഏരിയ ആണ്. അവിടെ വാട്ടർ സപ്ലൈ ചെയ്യാനുള്ള ഉദ്ദേശം 649 കിലോമീറ്റർ ഉണ്ട് ഏകദേശം. രാജസ്ഥാൻ ഫീഡർ കനാൽ ആൻഡ് രാജസ്ഥാൻ മെയിൻ കനാൽ ആൻഡ് റൺസ് ത്രൂ 167 കിലോമീറ്റർ ഇൻ പഞ്ചാബ്. അതുപോലെ തന്നെ ഹരിയാനയിൽ 400. അപ്പൊ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് എവിടെയാ? രാജസ്ഥാനിലാണ്. ബാക്കി ഈ പറയുന്ന പോലെ പഞ്ചാബിലും ഹരിയാനയിലൂടെ ഒഴുകുന്നുണ്ട്. സോ നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇന്ദിരാഗാന്ധി കനാല് വെള്ളം കിട്ടുന്നത് എവിടെ? വെള്ളം കിട്ടുന്ന ഹരിക്കെ ബാരേജിൽ നിന്ന്. ഏതിലൂടെ ഒഴുകുന്നത്? പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ. അത്ര നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇനി മേജർ ഡാമുകൾ, ബക്രാനങ്കൽ ഡാം, സത്ലജ്. ഏത് ഡാമാ? ബക്രാനങ്കൽ ഡാം റിവർ സത്ലജ്, ഹിമാചൽ പ്രദേശ്. തെഹരി ഡാം റിവർ ഭഗീരഥി, ഉത്തരാഖണ്ഡില്. ഹിരാക്കുഡ് മഹാനദിയില്, ഒഡീഷ. സർദാർ സരോവർ ഡാം എവിടെയാ? നർമ്മദയില്. ഏത്? ഗുജറാത്തില്. സർദാർ സരോവർ യൂണിറ്റി ഏതാണ്? നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉള്ള നർമ്മദയുടെ അവിടെയുള്ള ഡാമാണ്. നാഗാർജുന സാഗർ ഡാം കൃഷ്ണ, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ബോർഡറിലാണ്, അവരുടെ ബോർഡറിലാണ്. അതാണ് രണ്ടും കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു 2 കൊടുത്തിട്ടുണ്ടാവും, ഇതും ബോർഡറിലാണ്. ഏതാ? ഗാന്ധി സാഗർ ഡാം. ഇന്ദിരാസാഗർ ഡാം നർമ്മദ, ബാഗ്ലിഹാർ ഡാം ചെനാബ്, സലാൽ ഡാം ചെനാബ്, പോങ് ഡാം ബിയാസ്, ഉക്കായി ഡാം താപ്പി, ഭവാനി സാഗർ ഡാം ഭവാനി റിഗർ തമിഴ്നാടിലാണ്. റിഹാൻ ഡാം, റിഹാൻഡ് സണ്ണിന്റെ ട്രിബ്യൂട്ടറി ആണ് റിഹാന്ത്. റിഹാൻ സോണിന്റെ ട്രിബ്യൂട്ടറി. സോൺ ആരുടെ ട്രിബ്യൂട്ടറി? യമുനയുടെ ട്രിബ്യൂട്ടറി, ഉത്തർപ്രദേശിലാണ്. മേട്ടൂർ ഡാം കാവേരി, തുംഗഭദ്ര ഡാം തുംഗഭദ്രയിലാണ്, കർണാടകയിലാണ്. സോ ഈ ഡാമുകളും പേരുകളും പഠിച്ചേ പറ്റുള്ളൂ. ഈ ബക്രാനങ്കലും തെഹരിയും ഹിറാക്കുഡും സർദാർ സരോവറും എങ്കിലും പഠിക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യം ചോദിക്കും. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് ചോദ്യങ്ങൾ പൊതുവേ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഏത്? ടോളസ്റ്റ് ഏതാണ്? ഏറ്റവും പൊക്കം കൂടിയ ഡാം ഉത്തരാഖണ്ഡ് ഭഗീരഥി റിവറിലുള്ള തെഹരി ഡാം ആണ്. ഏറ്റവും നീളം കൂടിയ ഡാം ഹിരാക്കുഡ് ഡാം ആണ്, മഹാനദി റിവറിൽ ഒഡീഷയിലാണ്. ഏറ്റവും വലിയ റിസർവോയർ ഉണ്ടാവും, ഏറ്റവും കൂടുതൽ വെള്ളം പിടിച്ചെടുത്താനുള്ള കപ്പാസിറ്റി ഇന്ദിരാസാഗറിലാണ്, നർമ്മദ റിവറിലാണ്, മധ്യപ്രദേശ്. മേസറി ഡാം, ഏറ്റവും വലിയ മേസറി ഡാം എവിടെയാണ്? തെലങ്കാന ആന്ധ്രാപ്രദേശ് ബൗണ്ടറിയിലുള്ള കൃഷ്ണ റിവറിലുള്ള നാഗാർജുന സാഗർ ഡാം ആണ്. ഗ്രാവിറ്റി ഡാം ഏറ്റവും വലുത് ബക്രാനങ്കൽ ഡാം ആണ്, ഇവിടെ സത്ലജിലുള്ളത്. ആർച്ച് ഡാം നമ്മുടെ സ്വന്തം ഇടുക്കി ഡാം ആണ്, പെരിയാറിലുള്ളത്. ഏറ്റവും പഴയ ഡാം കല്ലണൈ ഡാം ആണ്, തമിഴ്നാട്ടിലെ കാവേരിയിലുള്ള കല്ലണൈ ഡാം. ഓക്കെ, ചോളന്മാരുടെ സമയത്ത് ഉണ്ടാക്കിയതാണ്. സോ ഈ 2 സാധനവും പഠിച്ചു വയ്ക്കുക. ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, ഗ്രൂപ്പ് ഡിക്ക് ഇഷ്ടം ചോദ്യം വരും. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഇന്ദിരാ ഗാന്ധി കനാല് ഹരിക്കെ ഡാം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധി സാഗർ ഡാം എവിടെയാണ്? നമ്മൾ നോക്കിയതാണ്. ഗാന്ധി സാഗർ ഡാം എവിടെയാണ്? മധ്യപ്രദേശ് രാജസ്ഥാൻ ബോർഡറിലാണ്. സോ ഇവിടെ മധ്യപ്രദേശ് ഉണ്ട്, രാജസ്ഥാൻ ഇല്ല. സോ ഇതിന്റെ ആൻസർ മധ്യപ്രദേശ്. 2 വട്ടം സെയിം ചോദ്യം റിപ്പീറ്റ് ചെയ്തതാണ്. ഓക്കെ, അടുത്തത് അൽമാട്ടി ഡാം ഈസ് ബിൽറ്റ് ഓൺ വിച്ച് റിവർ? സോ അത് നോക്കുമ്പോൾ നമ്മൾ റിഹാന്ത് റിവർ വാലി ഈസ് ലൊക്കേറ്റഡ് ഇൻ. സോ അത് നോക്കണം. കലേശ്വരി എന്ന് പറയുന്ന റിവർ ഇറിഗേഷൻ പ്രൊജക്ട്. സോ ഇതൊക്കെ ഇറിഗേഷൻ പ്രൊജക്ട്സ് ആണ്, അതായത് വെള്ളത്തിന് വേണ്ടി ആ ഡാം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇറിഗേഷൻ പ്രൊജക്ടുകളായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ചുണ്ട്. ഏതൊക്കെയാണ് നോക്കാം? കലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്ട് ഗോദാവരിയില്, പോലാവാരം മൾട്ടി പ്രൊജക്ട് പ്രൊജക്ട് ഗോദാവരിയില്, പ്രൺഹിത ചെലവേര ഏതാണ്? പ്രൺഹിത എന്ന് പറയുന്ന ഗോദാവരി ട്രിബ്യൂട്ടറിയില്, സിരിസൈലം ലെഫ്റ്റ് ബാങ്ക് ആൻഡ് റൈറ്റ് ബാങ്ക് കനാൽ പ്രൊജക്ട് കൃഷ്ണ, ഹൺട്രി നീവ സുജാല ശ്രവന്തി എന്ന് പറയുന്നത് കൃഷ്ണയില്, ഗലേരു നാഗാർജുന സുജല ശ്രവന്തി എന്ന് പറയുന്നത് കൃഷ്ണ, വെലികൊണ്ട പ്രൊജക്ട്, ജലയുംഗം പ്രൊജക്ട് എവിടെയാ? കൃഷ്ണയിലും. പിന്നെ ഇത് ഒരുപാട് നദികളിലായിട്ടാണുള്ളത്. കാക്കതീയ കനാൽ എവിടെയാ? ഗോദാവരി. ദേലാവിത ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്ട് ഗോദാവരി. ഇതും ഇങ്ങനെയുള്ള ചോദ്യങ്ങളും വരും. ഓക്കെ, സോ നമ്മൾ ഇവിടെ കണ്ടതാണ് ആര്? റിഹാൻ ഡാം നമ്മൾ ഓൾറെഡി കണ്ടതാണ്. റിഹാൻ ഡാം വരുന്നത് UP-യിലാണ്, സോൺ റിവറിന്റെ ട്രിബ്യൂട്ടറിയിലാണ്. ഏതാണ്? UP-യിലാണ്, സോൺ റിവറിന്റെ ട്രിബ്യൂട്ടറിയിലാണ്.
അതുപോലെ അൽമട്ടി ഡാം വരുന്നത് കൃഷ്ണയാണ്, കൃഷ്ണയിലാണ്. ഏത് റിവറിലാന്ന് വെച്ചാൽ കൃഷ്ണ റിവറിലാണ്. സോ ഡാംസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. കലേശ്വരം നമ്മൾ പറഞ്ഞു ഗോദാവരിയാണ്, സോ റിഹാൻഡ് യുപിയിലാണ്, കലേശ്വരം ഗോദാവരിയിലാണ്. ഗോദാവരിയിൽ വരുമ്പോൾ എവിടെ വരും? അത് തെലങ്കാനയിലാണ്. എവിടെയാണ്? തെലങ്കാനയിലാണ് കലേശ്വരം. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കറണ്ട് അഫയേഴ്സിലുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എവിടെ ഉണ്ടായത്? നമുക്ക് മേജർ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എവിടെ ചോദിച്ചിട്ടുള്ളത്? ഡാമിലും ഇറിഗേഷനും ചോദിച്ചിട്ടുള്ളത്. സോ ഡാമും ഇറിഗേഷൻ പ്രൊജക്ട്സും ഈ രണ്ട് ടേബിൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ ടേബിൾ ഇത് രണ്ടാമത്തെ ടേബിൾ, ഇത് മൂന്നാമത്തെ ടേബിൾ. ഈ 3 ടേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഇന്ത്യൻ ക്ലൈമറ്റ് കൂടെ നോക്കാം. ഓക്കെ, ഇന്ത്യൻ ക്ലൈമറ്റ് ഇൻ ഡാഷ് എവിടെയോ ലോക്കൽ തണ്ടർ സ്റ്റോംസ് ആർ കോൾഡ് മാംഗോ ഷവർ ഹെൽപ്സ് ഇൻ റൈപ്പനിങ് ഓഫ് മാംഗോ ക്രോപ്പ്. മാംഗോ റൈപ്പനിങ്ങിന് ഏറ്റവും കൂടുതൽ നല്ല തണ്ടർ സ്റ്റോംസ് ഉണ്ടാവുന്നു. അതിനെ നമ്മൾ മാംഗോ ഷവർസ് എന്ന് വിളിക്കുന്നു. അത് എവിടെയാണ്? സോ അങ്ങനെയുള്ള ലോക്കൽ തണ്ടർ സ്റ്റോംസ് ഇന്ത്യൻ മൺസൂണിൽ പൊതുവേ അടിക്കുന്ന ലോക്കൽ തണ്ടർ സ്റ്റോംസ് കാണാം. മാംഗോ ഷവർ കേരള, കർണാടക കോസ്റ്റൽ റീജിയനിലാണ് റൈപ്പനിങ് ഓഫ് മാംഗോസിനെ സഹായിക്കുന്നു. ബ്ലോസം ഷവർ കേരള, കോഫി ബ്ലോസമിന് സഹായിക്കുന്നു, കേരളത്തിലാണ്. നോർ വെസ്റ്റേഴ്സ് കൽബൈശാഖി എന്ന് ബംഗാളിലും ബർദോളി സീല അല്ലെങ്കിൽ ബർദോളി ചീര എന്ന ആസാമിലും അറിയപ്പെടുന്നു. തണ്ടർ സ്റ്റോംസ് ആണ്. ടീക്കും ജൂട്ടിനൊക്കെ റൈസിനൊക്കെ നല്ലതാണ്. ഓക്കെ, ലൂ എന്ന് പറഞ്ഞാൽ പഞ്ചാബ് ഏരിയയിൽ അടിക്കുന്ന ഹോട്ട് ഡ്രൈ ആയിട്ടുള്ള വിൻഡാണ്. ചൂടുള്ള മണൽ കാറ്റുകളാണ് ലൂ എന്ന് പറയുന്നത്. രാജസ്ഥാൻ പഞ്ചാബ് ഏരിയയിലാണ്. നമ്മൾ നേരത്തെ ഇന്ദിരാഗാന്ധി കനാൽ കാണിച്ചില്ലേ, ഹരിയാന, രാജസ്ഥാൻ, പഞ്ചാബ്, ആ ഒരു ഏരിയ ആണ്. ഓക്കെ, സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരുന്നു. ഏതാണ്? മാംഗോ ഷവർ എവിടെയാണ്? കേരള, കർണാടക കോസ്റ്റൽ റീജിയനിലാണ്. ഓക്കെ, വിൻസ് ആർ കമ്മിങ് ഡൗൺ ഡാഷ് കോസസ്. വിൻസ് കമ്മിങ് ഡൗൺ ഡാഷ് കോസ് കോൾഡ് വേവ് ഇൻ ഇന്ത്യ. ഏതോ സ്ഥലത്ത് നിന്ന് താഴോട്ട് വീശുന്ന കാറ്റുകളാണ് കേരളത്തിൽ കോൾഡ് വേവ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിൾ അല്ലേ? എവിടെ നിന്ന് താഴോട്ട് വരുന്നതായിരിക്കും? നല്ല മഞ്ഞ് പെയ്ത് ഐസ് ഉറഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് നിന്ന് താഴോട്ട് വീശുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ? ആ വിൻഡിന്റെ സോഴ്സിലുള്ള സാധനങ്ങൾ വിൻഡ് കൊണ്ടുവരും. വിൻഡ് എന്ത് ചെയ്യും? അത് എവിടെ നിന്നാണോ വീശുന്നത് അവിടുത്തെ എന്താണോ സ്വഭാവം അത് ആ വിൻഡ് കൊണ്ടുവരും. ആലോചിച്ച വെസ്റ്റേൺ ഗട്ട്സിൽ അതിന് മാത്രം ഐസ് ഉറഞ്ഞു കിടക്കുന്നുണ്ടോ? നമ്മൾ കണ്ടിട്ടുള്ള വെസ്റ്റ് സഹ്യ പർവ്വതങ്ങളിൽ എവിടെയും ഫ്രോസൺ ആയിട്ട് കിടക്കുന്നത്. നല്ല തണുപ്പ് വരാൻ പറ്റുള്ളൂ. ആൻസർ ഇവിടെ ഒരാളേ ഉള്ളൂ, ഹിമാലയൻ. അല്ലെ? ഹിമാലയൻ കോൾഡ് വേവ് കൊണ്ടുവരുന്നുണ്ട് ഇവിടെ വിന്റേഴ്സിൽ നോർത്ത് ഇന്ത്യയിൽ. ഇപ്പൊ ഡൽഹിയിലൊക്കെ നിങ്ങൾ ചെല്ലാണെന്നുണ്ടെങ്കിൽ നല്ല വിന്ററിന്റെ സമയത്ത് എന്തായിരിക്കും? നല്ല തണുത്ത കാറ്റായിരിക്കും. ഹരിയാന ആ ഏരിയയിലൊക്കെ 6 മാസത്തോളം തണുപ്പാണ്. ആസാം ആയാലും ഹരിയാന ആയാലും ഈ ഡൽഹി ആയാലും യു പി ആയാലും നല്ല തണുപ്പുള്ള സമയമാണ്. അതിന്റെ കാരണം കോൾഡ് വേവ് ആര് കാരണം? ഹിമാലയ കാരണം ഉണ്ടാവണ കോൾഡ് വേവ് ആണ്. ഓക്കെ, cold waves in India occurs mainly during the winter season. They are caused by cold dry wind descending from Himalayas. So answer കിട്ടി, ഹിമാലയാസ് ആണ്. This wind originates from snow covering high altitude regions. Snow covered ആയിട്ടുള്ള മഞ്ഞ് മൂടി കിടക്കുന്ന പൊക്കം കൂടിയ റീജിയൻസിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരുപാട് ഉയരം കൂടിയ റീജിയൻസിൽ നിന്നാണ് എക്സ്ട്രീംലി കോൾഡ് ആയിട്ടുള്ള ഈ കാറ്റ് വരുന്നത്. ഇത് ഷാർപ്പ്ലി ടെമ്പറേച്ചറിനെ കുറയ്ക്കും. നോർത്തേൺ പ്ലെയിൻസിലെ ടെമ്പറേച്ചറിനെ വല്ലാതെ കുറയ്ക്കും. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി, യു പി, ബീഹാർ ആണ് ഏറ്റവും കൂടുതൽ ഇതുകൊണ്ട് എഫക്റ്റ് ആയിട്ടുള്ളത്. ഹിമാലയാസ് ആക്ട് ആസ് എ ചാനൽ ഡയറക്റ്റിംഗ് ദ വിൻഡ്സ്. ഈ ഹിമാലയയുടെ വലിയ മലനിരകളുടെ മുകളിൽ നിന്ന് വിൻഡ് താഴോട്ട് വരുന്നു എന്ന് പറയുന്നത്. ഫ്രോസ്റ്റും കോൾഡ് വേവ് അലേർട്ട്സ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് പൊതുവെ. ഓക്കെ, ദിസ് ലീഡ്സ് ടു സിവിയർ കോൾഡ് കണ്ടീഷൻ, ഫ്രോസ്റ്റ്, അതായത് ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും? മഞ്ഞ് പാളികൾ കെട്ടാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് കാണാം എന്താ ഈ ഏരിയ ഉണ്ടോ? തണുത്ത ഏരിയ ആണ്. ഈ തണുത്ത ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? താഴോട്ട് തണുപ്പ് വീശുമ്പോൾ ഈ ഏരിയയും കൂടെ ഒന്ന് തണുത്തിരിക്കുന്ന ഒരു അവസ്ഥ വരും, കോൾഡ് വേവ് വരുന്ന അവസ്ഥ വരും. സോ ഈ മുകളിൽ ഫ്രോസൺ ആയിട്ട് ഇന്ത്യയിൽ ആകെ ഫ്രോസൺ ആയിട്ടുള്ള ഏരിയ ഇത്രയേ ഉള്ളൂ, തണുപ്പ് കൂടി ഈ ഏരിയ ഉള്ളൂ. സോ കോൾഡ് വേവ് ഈ ഏരിയന്നേ വരുള്ളൂ. സോ ആ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തേ വരുള്ളൂ? ഹിമാലയേ വരുള്ളൂ. ഓക്കെ, സോ നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. സോ ഇത്രയും കാര്യം നമുക്ക് ഗ്രൂപ്പ് ഡിയിലെ ഫസ്റ്റ് പാർട്ടായിട്ട് കാണാം. ബാക്കി ഇന്ത്യൻ സോയിൽ പോലുള്ള കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. പക്ഷെ ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്, കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് അടുത്ത സെഷനിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യനുമായിട്ട് അനുബന്ധമായിട്ടുള്ള ഫാക്ടുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ പഴയ നോട്ടുകൾ, നിങ്ങൾ എഴുതി വെച്ചുള്ള നോട്ടുകൾ എടുക്കുക, മറച്ചു നോക്കുക. ഇതിന്റെ കൂടെ തന്നെ മറച്ചു നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്ത് പോവുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും ഫാക്ടുകൾ കൂട്ടി പുതിയ നോട്ട്സ് കണ്ടെത്തി കൊണ്ടുവന്നിട്ടുള്ളത്. സോ എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.